ഒരു തികച്ചും യാദൃച്ഛികമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകനായി മാറിയ ഒരു ആളാണ് ഞാൻ. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൽ പല മാധ്യമ പ്രവർത്തകരുമായിട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകനാകും എന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. വളരെ തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. കുട്ടിക്കാലമൊക്കെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. വലിയ ഒരു പേരുകേട്ട തറവാട്ടിലാണ് ജനിച്ചതെങ്കിലും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അനുഭവിച്ച് വളരാൻ ആണ് വളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ തിരുവനന്തപുരത്ത് സർക്കാർ വിദ്യാലയമായ മെഡിക്കൽ കോളേജ് ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒരു വർഷം കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പഠനം നിർത്തേണ്ടി വന്നു. പിന്നെ ജോലിക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പഠനവും ജോലിയും കൂടെ ഒരുമിച്ച് പിന്നെ പ്രീ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നതോടുകൂടിയാണ് ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടായത്. ഈ വഴിത്തിരിവിന് കാരണക്കാരിൽ ഒരാൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്ത പത്രപ്രവർത്തകൻ കൂടിയായ ശ്രീ പി.വി. മുരുകനാണ്. ഒരുപക്ഷെ മുരുകൻ വഴി പരിചയപ്പെട്ട ആ ഒരു പത്ര ലോകം അത് ജീവിതത്തിൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ ഉയരങ്ങളിലെത്തണമെന്നുമൊക്കെ വളരെ ഒരു നിശ്ചയദാർഢ്യം പകർന്നു നൽകുകയും എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും അവഗണിച്ചുകൊണ്ട് കേരള സർവകലാശാലയിൽ നിന്നും MA ബിരുദം, മലയാള സാഹിത്യത്തിൽ MA ബിരുദം നേടിയതിന് ശേഷമാണ് മുഴുവൻ സമയ പത്രപ്രവർത്തകനായിട്ട് ദേശാഭിമാനിയിൽ ചേരുന്നത്. ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സ്ഥാനത്ത് നിന്നാണ് ഈ ദൈനംദിന പത്രപ്രവർത്തന ജീവിതത്തോട് വിട പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ എഡിറ്റ് പേജിൽ അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പത്രത്തിൻ്റെ ദേശാഭിമാനി എന്നാൽ ആവശ്യപ്പെടുന്ന ഇതെല്ലാം അവരോടൊപ്പം ചേർന്ന് ചെയ്യുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് ദേശാഭിമാനിയിലെയും മറ്റ് ചില സ്ഥാപനങ്ങളിലെയും മാധ്യമ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു വലിയ ജീവിതത്തിൽ എനിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പടവുകൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ദേശാഭിമാനിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലേഖകനായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് അതേ സമയത്ത് തന്നെ മറ്റ് പത്രങ്ങളിൽ, ഇപ്പോൾ കേരള കൗമുദിയിലും ഫിലിം മാഗസീനിലും നാനയിലും കഥാമാസികയിലുമൊക്കെ ഇങ്ങനെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലും ഒക്കെ ചെറിയ കുറിപ്പുകളും കഥകളും കവിതകളും ഒക്കെ എഴുതി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ വളരെ സജീവമായിട്ട് ആകാശവാണിയുടെ ഈ പ്രഭാതപേരി എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് ഒക്കെ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനിയിൽ പ്രാദേശിക ലേഖനം എന്ന് പറയാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിലെ ഫുൾ ടൈം ലേഖകനായിട്ട് തന്നെ നിൽക്കുന്ന സമയത്താണ് ദേശാഭിമാനിയിൽ സബ് എഡിറ്റർ ട്രെയിനി തസ്തികയിലേക്ക് പരീക്ഷ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ, പിന്നീടാണ് ദേശാഭിമാനിയിൽ സ്ഥിരം ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് മാറുന്നതും. ഈ മെഡിക്കൽ കോളേജ് ലേഖകനായിരിക്കുന്ന സമയത്ത് തന്നെ ദേശാഭിമാനിയിൽ ഈ കലാസാംസ്കാരിക പരിപാടികൾ സാംസ്കാരിക ലേഖകനായിട്ട് തിരുവനന്തപുരം ബ്യൂറോയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നിരവധി തിക്കുറിശ്ശി സുകുമാരൻ നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ,
പിന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, KP ഉദയഭാനു, അങ്ങനെ നിരവധി, ബിച്ചു തിരുമല, കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഇങ്ങനെ നിരവധി പേരുടെ കുറിച്ച് ചെറിയ കുറിപ്പുകളും ഒക്കെ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ആ സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഈ സാംസ്കാരിക ദേശാഭിമാനിയിൽ തുടരുന്ന സമയത്ത് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ദേശാഭിമാനി ബ്യൂറോയിൽ ട്രെയിനിയായിട്ടും പിന്നീട് സ്ഥിരം ലേഖകനായിട്ടും പ്രവർത്തിക്കുന്നത്. സ്ഥിരം ലേഖകനായിട്ട് ദേശാഭിമാനി ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ബ്യൂറോയിൽ ഒരു സാധാരണ ട്രെയിനി റിപ്പോർട്ടറായിട്ട് പ്രവർത്തനം തുടങ്ങി. അവസാനം ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിട്ടാണ്, അത് സ്റ്റേറ്റ് ബ്യൂറോ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ആ സ്റ്റേറ്റ് ബ്യൂറോയുടെ തലവനായിട്ട്, ചീഫായിട്ട് വിരമിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം ബ്യൂറോ ചീഫായിട്ടും എറണാകുളത്ത് ബ്യൂറോയിലും കൊച്ചി ബ്യൂറോയിലും ഒക്കെ പ്രവർത്തിക്കാനുള്ള അവസരവും ദേശാഭിമാനി വഴി ലഭിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഈ സാംസ്കാരിക ലേഖകനായിട്ട് ദേശാഭിമാനിയുടെ മെഡിക്കൽ കോളേജ് ലേഖകനായിട്ട് ചെല്ലുമ്പോൾ ശ്രീ G ശക്തിധരനായിരുന്നു അന്ന് ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ്. പിന്നെ SR ശക്തിധരൻ, ഏഴാച്ചേരി രാമേന്ദ്രൻ, RS ബാബു, പ്രഭാവർമ്മ, C ശ്രീകുമാർ, ഇവർക്കൊപ്പമെല്ലാം തിരുവനന്തപുരം ബ്യൂറോയിൽ പ്രവർത്തിക്കാനുള്ളൊരു അസുലഭമായ ഭാഗ്യം, അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ പിന്നീട് RS ബാബു, G ശക്തിധരന് ശേഷം RS ബാബു തിരുവനന്തപുരത്ത് ബ്യൂറോ ചീഫായി വരുമ്പോഴും ബ്യൂറോയിലെ ഏറ്റവും പ്രധാന ഒരു ലേഖകനായിട്ട് പരിഗണിക്കുകയും അങ്ങനെ ഒരു ആ സമയത്ത് ഒരു ട്രെയിനിയായിട്ട് വരുന്ന ഒരാളിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന എല്ലാം ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിയമസഭ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരവസരം കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, നിയമസഭയിലെ പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നിയമസഭാ അവലോകം വർഷങ്ങളോളം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സാംസ്കാരിക രംഗത്ത് നിന്നും പതിയെ ക്രൈം റിപ്പോർട്ടിങ്, ക്രൈം ബീറ്റിലേക്ക് മാറുകയും ആ ക്രൈം ബീറ്റിൽ നിന്ന് നിയമസഭ റിപ്പോർട്ടിങ്, അങ്ങനെ ഒരു പത്രത്തിൻ്റെ ഒരു സർവ്വതല സ്പർശിയായ എല്ലാ രംഗത്തും അങ്ങനെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം വളരെ അപൂർവം പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ അതിൽ അങ്ങനെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നതാണ്. നിയമസഭാ റിപ്പോർട്ടർ, നിയമസഭാ അവലോകം വർഷങ്ങളോളം എഴുതാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭയിലെ ഈ G കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് പുതിയ MLA-മാർക്ക് നിയമസഭാ നടപടികൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ചൊരു ക്ലാസ് എടുക്കുന്നതിനുള്ളൊരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട്. അത് നിയമസഭാ രേഖകളിൽ നിന്നുകൊണ്ട് നിയമസഭയുടെ ഒരു പുസ്തകത്തിൽ ആ ഒരു ക്ലാസ് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഈ ആദ്യം ഈ സമയത്ത് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പോലെയല്ല, അന്ന് തുടക്കകാലത്ത് EMS, EK നയനാർ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇത്രയും നേതാക്കന്മാരോടൊപ്പം വളരെ അടുത്ത ബന്ധം പുലർത്താനും ഇവർക്കൊപ്പം യാത്ര ചെയ്യാനും അവരുടെ പ്രസംഗങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുമൊക്കെ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അത് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ട്രെയിനി റിപ്പോർട്ടർക്ക് അങ്ങനെയുള്ള ഒരു അവസരം കിട്ടാൻ സാധ്യത വളരെ വിരളമാണ്. EMS-നോടൊപ്പം കാറിൽ വളരെ ദൂരം, കേരളത്തിൽ മാത്രമല്ല, EMS-ൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ ഇലക്ഷൻ സമയത്തൊക്കെ EMS-ൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ജില്ലകളിൽ EMS-ൻ്റെ പൊതുസമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ളൊരു അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. മാത്രമല്ല EMS-ൻ്റെ പബ്ലിക് സ്പീച്ച്, പൊതുപ്രസംഗം, ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടല്ല, EMS
ആ പ്രസംഗത്തോട് EMS പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെ EMS ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടില്ല. ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിലെ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ പള്ളിക്കലിലെ അവസാനത്തെ EMSൻ്റെ പ്രസംഗം അദ്ദേഹത്തോടൊപ്പം പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ EMSൻ്റെ കുറിപ്പ് എഴുതിയെടുക്കാനും അദ്ദേഹം പറഞ്ഞു തരുന്ന എഡിറ്റോറിയലായിരുന്നാലും എഡിറ്റ് പേജിലെ അന്നത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന രാഷ്ട്രീയ പങ്ക്തിയിലെ ചില ദിവസങ്ങളിൽ അത് പതിവായി എഴുതിക്കൊണ്ടിരിക്കുന്നവർ ഇല്ലാത്ത സമയത്തും അന്നത്തെ ദേശാഭിമാനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞയച്ചിരുന്നത് തന്നെയാണ്. ഈ EK നയനാർ, അതേപോലെ തന്നെ VSനോടും ഒപ്പവും സഞ്ചരിച്ചിട്ടുണ്ട്. EK നയനാർക്കൊപ്പവും സഞ്ചരിച്ചിട്ടുണ്ട്. രണ്ടുപേരും വ്യത്യസ്ത ഇതിൽ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കി പരസ്പരം വായിച്ചു കൊടുത്ത് അതൊരു സമന്വയത്തിലെത്തിപ്പിക്കുന്നത്, ഒരു തർക്കമില്ലാതെ ആ പ്രസ്താവന പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നതിനുള്ള ഒരു അവസരമൊരുക്കാനും അതിനൊരു നിമിത്തമാകാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ ആരംഭകാലത്തുള്ള ഇതാണ്. EMS ഒരിക്കലും ഒരു പരാതി പറയില്ല. എനിക്ക് തോന്നുന്നു റമീല താപ്പറിൻ്റെ ഒരു ചരിത്ര കോൺഫറൻസിൽ കാര്യവട്ടത്തെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി സെൻറ്ററിലൊരു ചരിത്ര സെമിനാറിൽ EMS ആയിരുന്നു ഉദ്ഘാടകൻ. ആ സെമിനാറിൽ ഒരു വളരെ വിവാദമായി മാറിയ ഒരു പ്രസംഗമായിരുന്നു റമീല താപ്പറിൻ്റെ. ഞാനത് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ റമീല താപ്പറിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ച് EMSൻ്റെ പ്രസംഗവും കഴിഞ്ഞതിന് ശേഷം ഞാൻ EMSനോടൊപ്പം കാറിൽ വരുന്ന വഴിക്ക് ആർക്കും നമ്മൾ എത്ര ഒരു EMSനോട് ഇങ്ങനെ ഒരു എന്തും ചോദിക്കാം, എന്ത് സംശയം ചോദിക്കാം. ഒരു പ്രൈമറി വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ EMS അതേക്കുറിച്ച് പറഞ്ഞു തരും. ആ കാറിൽ ആ യാത്രയിലുടനീളം യാത്ര കഴിഞ്ഞ് യാത്ര പൂർത്തിയാകുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ EMS ഐഡിയോളജിയെ സംബന്ധിച്ച്, ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് വളരെ വിശദമായി EMS പ്രസംഗം തുടങ്ങുന്നത് മുതൽ അവസാനിപ്പിക്കുന്നത് വരെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർ വളരെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. EMS സഹോദരീ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്രഭാഷയിൽ പറയുന്ന ആ ഇൻട്രോ മുതൽ അവസാനം വരെ ഒരേപോലെ എഴുതിയാൽ അതിൻ്റെ ഒരു റഫ് കോപ്പി, നമ്മൾ സാധാരണ കുറിപ്പെടുക്കുന്ന ആ കോപ്പി അതേപടി അച്ചടിക്കാൻ കൊടുക്കാൻ പറ്റും. അത്ര വ്യക്തവും ക്ലാരിറ്റിയുള്ളതുമായിരുന്നു ഈ ആശയപരമായും അല്ലാതെയും, ഭാഷാപരമായും ആശയപരമായും. നമുക്ക് പിന്നെ ഒരിക്കലും അതിൽ ഒരു സംശയത്തിന് ഇട നൽകാതെയാണ് EMSൻ്റെ പ്രസംഗങ്ങൾ. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമാണ് EMS മറുപടി പറയുള്ളൂ. ഒപ്പം യാത്ര ചെയ്യുന്ന ഒരാൾ ഇപ്പം ദേശാഭിമാനിയിൽ കാറിൽ കുത്തി ഞെരുങ്ങി ആളുണ്ടെങ്കിൽ പോലും മറ്റ് നേതാക്കന്മാർ ആ ഒപ്പം EMSനൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ഏതൊരു ബുദ്ധിമുട്ടും പ്രകടിപ്പിക്കാതെ EMS ആ കാറിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നിരവധി തവണ. അന്ന് കിളിമാനൂർ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പൊളിറ്റിക്കൽ പ്രസംഗമാണോ എന്നെനിക്ക് ഓർമ്മയില്ല, ഞാനത് ഓർക്കുന്നില്ല. പക്ഷേ അത് അവസാന പ്രസംഗമാണെന്ന് EMS നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ അതിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ പോലെ അല്ല. EMSൻ്റെ പ്രസംഗം അന്ന് EMS അവിടെ വെച്ച് പ്രസംഗിച്ച്, ഈ പള്ളിക്കൽ എന്ന് പറയുന്ന വളരെ ഒരു കുഗ്രാമമാണ്. അന്ന് ആ മാർക്കറ്റിനകത്തൊരു ചെറിയ വേദിയും ഒരു പ്രസംഗവേദിയിലാണ് EMS പ്രസംഗിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ അനൗൺസ് ചെയ്തു
ഇത് ഇന്നിവിടെ EMS പ്രസംഗം അതിൻ്റെ ഒരു സ്മാരകശില അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് EMS ഇവിടെ ഏറ്റവും അവസാനം പ്രസംഗം നടത്തിയത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്കൽ മാർക്കറ്റിനകത്ത്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അത് പിന്നീട് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് കൂടെ ഒപ്പം പോകുന്ന സമയത്ത് ഈ ആ വിഷയം എനിക്ക് ഓർമ്മയില്ല, അടുത്ത കാലം വരെ ഞാൻ ഓർത്തു വച്ചിരുന്നതാണ്. ഒരു തികച്ചും രാഷ്ട്രീയ പ്രസംഗം അല്ലായിരുന്നു, തികച്ചും ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് EMS പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ഈ എൻ്റെ പൊതു പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ EMSനോടൊപ്പം വരുമ്പോൾ ആ കാറിലിരിക്കുന്ന സമയത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഒരു സാധാരണ എങ്ങനെയാണോ EMS തിരിച്ച് പ്രസംഗം കഴിഞ്ഞ് വരുന്നത് അത്ര ആ ഒരു ലാഘവത്തോടുകൂടി ആണ് വന്നിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസംഗം EMSൻ്റെ യോഗത്തിന് പോകുന്ന സമയത്ത് വളരെ കുറച്ച് സമയം EMS പ്രസംഗിക്കുള്ളൂ. ആ പ്രസംഗം വളരെ വ്യക്തവും ശക്തവുമായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ വീട്ടിൽ ചെന്ന് അവിടെ ഞാനന്ന് ദേശാഭിമാനി പ്രവർത്തിക്കുകയും EMSനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയത്ത് ദേശാഭിമാനിയുടെ അടുത്തുള്ള ഒരു വാടക വീട്ടിലായിരുന്നു EMS താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മളൊരു 5 മണിക്കാണ് പ്രസംഗമെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലും. അപ്പോൾ EMS പത്രം വായിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇതായിരിക്കും ആ സൈഡിലെ മുറിയിൽ. അപ്പോൾ നമ്മൾ ചെന്നിട്ടിങ്ങനെ EMSനോട് പറയും, ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് പ്രസംഗം. അദ്ദേഹത്തിന് അറിയാം ഇന്ന സ്ഥലത്താണ് ഇന്നത്തെ വൈകിട്ട പരിപാടി എന്നറിയാം. അപ്പോൾ ദേശാഭിമാനി നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇതിൽ നമ്മളെ മിക്കവാറും കാണുന്നതാണ്. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം വളരെ പെട്ടെന്ന് അകത്ത മുറിയിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തിരിച്ചു വരും. വന്ന് നമുക്കൊപ്പം കാറിൽ കയറി യാത്ര ചെയ്യുന്ന അതാണൊരു അനുഭവം. ഒരു പരാതിയും ഈ ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിൽ പരാതിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിതുരയിൽ തന്നെ ഇലക്ഷൻ സമയത്തൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പോയി ആ വിതുരയിലെ ഒരു സാധാരണ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ അവിടുത്തെ ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്ത് EMSൻ്റെ പടം എടുത്ത് അയാളുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അതിൻ്റെ അന്നത്തെ പ്രിൻ്റ് അടിച്ച് ആ ഫിലിമുമായിട്ട് നമ്മുടെ വരുന്ന അത്രയും സമയം EMS ആ വിതുര ചന്തമുക്കിൽ കാറിനുള്ളിൽ കാത്തിരുന്നു. നമുക്ക് ഇന്നത് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ജില്ലാതല നേതാവ് പോലും അങ്ങനെ അത്ര ഇതായിട്ട് കാത്തിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇന്നിപ്പം ഫോട്ടോഗ്രാഫർ ഇല്ലാതെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പോകാനും പറ്റില്ല. പക്ഷേ ഒരു പരാതിയും ഇല്ലാതെയാണ് EMS ഒരുപാട് സമയം ഞാൻ റോമില ഇത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷൻ സമയത്ത് 95 മുമ്പാണ്. ആ സമയത്ത് EMSൻ്റെ തക്കല തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഏതാണ്ട് വിളവങ്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPIM സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ മാത്രമല്ല കരുണാനിധി കൂടി പങ്കെടുത്ത ഒരു പൊതുയോഗത്തിൽ EMS പ്രസംഗിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം അന്ന് കിട്ടിയിട്ടുണ്ട്. ആ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു റെസ്റ്റ് ഹൗസിൽ രാത്രി വൈകുന്നേരം ഞങ്ങളിവിടുന്ന് അവിടെ ചെന്ന് അവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് ഈ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുന്നത്. പക്ഷെ വലിയ ജനാവലിയായിരുന്നു. കരുണാനിധിയേക്കാൾ കേൾക്കുന്നതിന് വേണ്ടി അന്ന് തടിച്ചുകൂടിയത് EMSനെ കേൾക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ജനങ്ങൾ. അത് കഴിഞ്ഞിട്ട് രാത്രി വളരെ വൈകിയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അന്ന് ഇന്നത്തെ പോലെ പ്രസംഗം
അന്ന് തന്നെ കയറണമെന്നില്ല, പത്രത്തിൽ പിറ്റേ ദിവസം തന്നെ വരണമെന്നില്ല. നമ്മൾ ഇവിടെ തിരിച്ച് പത്ര ഓഫീസിലെത്തി അത് എഴുതി കൊടുത്ത് അച്ചടിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വൈകിയാലും പിറ്റേന്ന് ഒരു പരാതിയും പറയാറില്ല. അതാണ് അതിൻ്റെ ഒരു EMSൻ്റെ ഒരു ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ആദ്യത്തെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്, ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഇത് സംഘടിപ്പിക്കുന്നത് ഈ നന്ദിയോടെന്ന് പറയുന്ന പഞ്ചായത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. EMSൻ്റെ സൗകര്യം കണക്കിലെത്താണ് അവിടെ വെച്ചത്. ആ നന്ദിയോട്ടൊരു മരത്തിൻ്റെ ചുവട്ടിൽ, എനിക്ക് തോന്നുന്നത് ജനകീയാസൂത്രണത്തിൻ്റെ ആ പദ്ധതിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജനങ്ങളുമായിട്ട് സംവദിച്ച ഒരു അനുഭവം നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്, പദ്ധതി ജനകീയാസൂത്രണത്തിൻ്റെ പിന്നീട് ആ പദ്ധതിയുടെ വളരെ വിപുലമായ ചർച്ചകളും ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ നന്ദിയോട് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവിടുത്തെ അന്ന് അവിടെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് സമിതിയായിരുന്നു അധികാരത്തിലിരുന്നത്. എന്നിട്ട് പോലും അന്ന് അതിൽ പങ്കെടുക്കുകയും ഈ ജനകീയാസൂത്രണ പദ്ധതിയെക്കുറിച്ച് വളരെ വിപുലമായിട്ട് എത്രയോ സമയം EMS വളരെ സാവധാനം, വളരെ സംയമനത്തോടുകൂടി പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ട് പോലും അതിനൊന്നും വഴങ്ങാതെ ഈ പദ്ധതിയുടെ ഒരു രേഖ അവതരിപ്പിക്കുന്ന മട്ടിൽ EMS അന്നവിടെ ചർച്ച ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു അന്നും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ പോയിട്ടുണ്ട്. അത് ഈ ജനകീയാസൂത്രണ പദ്ധതിയുടെ ആദ്യ സമയത്ത്, ഇത് അവതരിപ്പിച്ചിട്ടില്ല, പദ്ധതി ഇങ്ങനെ രൂപം കൊള്ളുന്ന സമയത്താണ്. അതിനുശേഷമാണ് ഈ പഞ്ചായത്തുകളിൽ ഈ പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നതും ഇത് ചെയ്യുന്നതും. നയനാരും VS-ഉം ഒരു രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നയനാർ ഭയങ്കര തമാശയും, നമുക്ക് ഈ കാറിനകത്തിരുന്ന് കഴിഞ്ഞാൽ തന്നെ നയനാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആ കാറിൻ്റെ മുമ്പിൽ ഒരു 2 വീലർ പുതിയൊരു വാഹനം പോയി കഴിഞ്ഞാൽ നയനാർ നമ്മൾ ഇങ്ങനെ ചോദിക്കും ആ വണ്ടി ഏതാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചും സംസാരിച്ചും ഒക്കെയാണ് നയനാരുടെ യാത്ര. പക്ഷെ VS ഒരിക്കലും അങ്ങനെ ഒരു നമ്മളുമായിട്ട് അങ്ങനെ തുറന്ന് സംവദിക്കില്ല. പക്ഷേ VS-നും ദേശാഭിമാനിക്കാരെന്ന് പറയുന്ന ആ ഒരു സ്നേഹം, പത്രക്കാരോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം VS കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നയനാർക്കൊപ്പം ഉള്ളൊരു അനുഭവം പറയാം. ഈ നയനാർ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ചെന്ന് കൂട്ടിയിട്ടാണ് നയനാരെയും കൂടെ പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാറിൻ്റെ പിൻസീറ്റിൽ ഒപ്പം മറ്റാരും ഇരിക്കുന്നത് നയനാർക്ക് പുള്ളി ഭയങ്കര അലോസരപ്പെടുത്തുന്നതാണ്. ആരെങ്കിലും കയറി ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം കാറിൻ്റെ ഫ്രണ്ടിലായിരിക്കും മിക്കവാറും ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോ ഈ സംശയങ്ങൾ. ഇപ്പോൾ ഒരിക്കൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ വെടിവെച്ചാൻ കോവിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ വെടി പൊട്ടുന്നു. അവിടെ ഒരു വഴിപാട് നടത്തുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ കാറ് നിർത്തിയിട്ട് കാറ് ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് നിന്നു. അപ്പോൾ ഇങ്ങനെ വെടി പൊട്ടുന്നു. അപ്പോൾ നയനാർ ചോദിച്ചു, എന്തോടോ ബോംബ് പൊട്ടുന്നോടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു അമ്പലമാണ്, അവിടെ വഴിപാടാണ്, ഈ വഴിപാട് നടത്തുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ 2 വഴിപാട് നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് ഈ കാശ് കൊടുത്തു. അപ്പോൾ അവിടെ വെടി പൊട്ടുന്നതിനോടൊപ്പം തന്നെ നയനാർ കാറിനകത്തിരുന്ന് വെടി പൊട്ടുന്ന ശബ്ദം അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങളാണ്. പിന്നെ കാറിൽ നിന്ന് ഈ ആൾക്കൂട്ടം കുറച്ച് ദൂരെയൊക്കെയാണ് വേദിയെങ്കിൽ നയനാർ സാഹു ഇങ്ങനെ ഇറങ്ങില്ല വണ്ടിയിൽ നിന്ന്. ആ വേദിയുടെ അടുത്ത് ചെന്ന് മാത്രമേ ഇറങ്ങുള്ളൂ. കാര്യം ആളുകളുടെ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് നല്ല ഡയബറ്റിക് ആയിരുന്നല്ലോ.
അപ്പോൾ ഈ എത്ര നിർബന്ധിച്ചാലും കാറിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആ വേദി വരെ അത് അവിടെ അടുത്ത് കൊണ്ട് ചെന്നതിന് ശേഷം നമ്മൾ എന്താണ് സുരക്ഷാ വലയം തീർത്ത് അവിടെ കൊണ്ടാക്കണം. അല്ലാതെ ഇങ്ങനെ നടന്ന് ഒരു തലപ്പുലിയോ അല്ലെങ്കിൽ മറ്റേ ചെണ്ടവാദ്യമോ ഒക്കെ ആയിട്ട് നിന്നാൽ പോലും നയനാർ അങ്ങനെ ഇറങ്ങില്ല. അത് നയനാരുടെ ഒരു 1995 പ്രത്യേകതയാണ് നയനാരുടെ. 1995 അമൃത്സർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടി കോൺഗ്രസ് രേഖ ഒരു പുസ്തകമായിട്ടന്ന് ചിന്ത പുറത്തിറക്കിയിരുന്നു. അത് ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വന്നതിന് ശേഷം നയനാർ ഈ അവിടുത്തെ ചർച്ചയുടെയും രാഷ്ട്രീയ തീരുമാനങ്ങളുടെയൊക്കെ ഒരു വിവരണമായിരുന്നു. അതൊരു 6-7 ദിവസം, എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസം തുടർച്ചയായിട്ട് പോയി എഴുതിയെടുത്ത ഞാനാണ്. അപ്പോൾ അന്ന് ഈശ്വരവിലാസ് റോഡിലെ വീട്ടിലാണ് നയനാർ സാർ താമസിക്കുന്നത്. ആ വീട്ടിൽ ജഗതിയിൽ ഈശ്വരവിലാസ് റോഡിൽ ആ വീട്ടിൽ വളരെ വിശാലമായ മുറിയാണ്. അപ്പോൾ അവിടെ ഈ ഒരുപാട് ബാഗുകൾ, പേന, ബാഗ്, ചെരുപ്പ്, പുസ്തകങ്ങൾ, ഇതെല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു കൗതുകത്തിന് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കും. അപ്പോൾ ഒരു ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നയനാർ സാഹിബ് ഒന്ന് വാങ്ങിയിട്ട് പറയും, ഇത് ഇന്ന സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്, ഇത് ഇന്ന സ്ഥലത്തു നിന്ന്. എല്ലാം അദ്ദേഹത്തിന് നല്ല ഓർമ്മയാണ്. ഇങ്ങനെ ഈ പേന എവിടുന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഈ വാച്ച് എവിടുന്ന് ആര് തന്നതാണ്, ആര് വാങ്ങിയതാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പെന്നെടുത്ത് പോക്കറ്റിൽ കുത്തിയ ഉടൻ തന്നെ പറയും അവിടെ വച്ചിട്ട് പോകാൻ പറയും. അങ്ങനെ ഇത്രയും 7-8 ദിവസം തുടർച്ചയായിട്ട് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഇത് ലേഖന പരമ്പര എഴുതുന്നതിന് വേണ്ടി പോയിട്ടും ഏറ്റവും അവസാനം ഞാനൊരു ബാഗ് എടുത്തപ്പോൾ അന്ന് അവിടെ പാചകക്കാരൻ കൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു കൃഷ്ണൻ നമ്പൂരി എന്ന് പറഞ്ഞൊരാളായിരുന്നു. ഇവനെ പരിശോധിച്ച് വിടുന്ന പുള്ളി പറഞ്ഞത്. പക്ഷേ അത് നമുക്കൊരു മനസ്സിലെങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടും ഒരു വിഷമവും തോന്നിയില്ല. കാര്യം ഒരു തമാശ പോലെ പറയുക. അപ്പം അന്ന് നയനാർ പുകവലിക്കും, ബീഡി വലിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇതിനിടയ്ക്ക് ചില കുസൃതികളൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. കാര്യം ഈ പാർട്ടി കോൺഗ്രസ് രേഖ എന്ന് പറഞ്ഞ് വായിക്കുന്നത് മിക്കവാറും മറ്റ് പത്രങ്ങളിലൊക്കെ വന്ന ചില കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയെടുക്കുന്നതിന് പകരം അതിങ്ങനെ ആ പത്രത്തിലെ ഡേറ്റ് മാത്രം കുറിച്ച് വയ്ക്കും. എന്നിട്ട് മിണ്ടാതിരിക്കും, എഴുതുന്ന മട്ടിലിരിക്കും. അപ്പോൾ ചോദിക്കും, നീ എന്തോളോ ഒന്നും എഴുതുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിയെടുക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ എണീറ്റ് പോയി ബാത്റൂമിലേക്ക് പോവും, ബീഡി കത്തിക്കും. അത് അവിടെ ഒരു ബീഡി കത്തിച്ച് വലിച്ചിട്ട് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എണീറ്റ് പോവും. ഇങ്ങനെ വലിയൊരു നമുക്ക് നമ്മളുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേരുന്ന ഒരു മട്ടിലാണ് ഈ നയനാർ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നയനാർ ഭക്ഷണപ്രിയനാണ്. ഈ ഏത് സമ്മേളനത്തിൽ നയനാരോടൊപ്പം പോയാലും നയനാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. രാത്രി കുശാലായിട്ട് ഭക്ഷണം കിട്ടും. രാത്രിയായിരുന്നാലും ഉച്ചയ്ക്കായിരുന്നാലും അവിടെ എല്ലാം ഉണ്ടാവും, മത്സ്യവും മാംസവും എല്ലാം. അങ്ങനത്തെ ഒരു വളരെ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം അവിടെ തയ്യാറാക്കി എന്ന് ഉറപ്പ് വരുത്തുന്നതിനകത്ത് അത് നമുക്കൊപ്പം ഇരുന്ന് നമ്മളും അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് എല്ലാം ഇങ്ങനെ പങ്കുവച്ച് തരുന്ന. അതായിരുന്നു നയനാരുടെ രീതി. ഈ നമ്മുടെ ഇവിടെ ഈ തിരുപുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തിരുപുറം, ഈ നെയ്യാറ്റിൻകരയ്ക്കടുത്ത്. അവിടെ ഇതേപോലെ ഈ ആളുകളെ ആകർഷിക്കുന്ന ഈ പ്രസംഗവേദിയിൽ മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ തിരുപുറത്തെ അവിടെ വലിയൊരു പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ ഒരു വീട്ടിൻ്റെ മുറ്റത്താണ് ഇതിൻ്റെ ഒരു സൗകര്യങ്ങൾ ചെയ്തിരുന്നത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ
ക്രിസ്തീയ ദേവാലയത്തിൽ പോയിട്ട് കുറേ സ്ത്രീകളും കുട്ടികളുമൊക്കെ ആയിട്ട് പെൺകുട്ടികളുമൊക്കെ ആയിട്ട് നായനാർ സഭ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവരെല്ലാം കൂടി ഈ മുറ്റത്ത് തടിച്ചുകൂടി. അപ്പോൾ അവരോട് ഭയങ്കരമായിട്ടങ്ങ് സംവദിക്കുകയായിരുന്നു പുള്ളി. ഈ ക്രിസ്തീയ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും ഈ ക്രിസ്തീയ ആരാധനാലയങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് ഇഴുകിച്ചേർന്ന് അങ്ങ് സംസാരിച്ചു. ഇന്നൊരു പക്ഷേ വലിയ വിവാദത്തിന് തിരികൊളുത്തുമായിരുന്ന പരാമർശങ്ങൾ വരെ യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നായനാർ സഭ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർക്കും അതൊരു തമാശയായിട്ടാണ്. ഇന്നത്തെ പോലെയല്ല ആ കാലഘട്ടം എന്ന് പറയുന്നത്. ഇത്രയും ഇതായിട്ടൊരു വിവാദം ഉയർത്താൻ കഴിയുന്ന ഒരു പരാമർശം ഉണ്ടായിട്ട് പോലും അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല. നായനാർ സഭ അല്ലേ, അദ്ദേഹം വളരെ മനസ്സിലൊന്നും വച്ചുകൊണ്ട് പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു വലിയൊരു തമാശയുടെ അന്തരീക്ഷമായിരുന്നു അവിടെ. മൊത്തത്തിൽ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അതൊരു പക്ഷേ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് സങ്കല്പിക്കാൻ കഴിയും. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഉടൻ തന്നെ അത് വൈറലായി വലിയ വിവാദത്തിന് തിരികൊളുത്തു പറയുന്നത്. കാര്യം അങ്ങനത്തെ പക്ഷേ നായനാർ സഭൻ്റെ ആ ഒരു പ്രകൃതം എന്ന് വെച്ചാൽ അതായിരുന്നു. ഒരിക്കലും ഒരു വിദ്വേഷം തോന്നുന്ന പ്രകൃതമല്ല. ഏത് സമൂഹത്തിൽ ചെന്നാലും ഏത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചെന്നാലും പിന്നെ ഈ പറയുന്ന ചില ദുർവാശിയും ഇതൊക്കെ ഉണ്ട്. വേദിയിൽ നടന്നു പോവില്ല. ഈ നമ്മൾ താലപ്പൊലി അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം ഇതിൽ ആൾക്കാർ സ്നേഹപ്രകടനം നടത്തുമ്പോൾ അദ്ദേഹം ഈ നുള്ളുകയോ പിച്ചുകയൊക്കെ ചെയ്യും എന്നുള്ളൊരു പേടിയാണ്. അത് ഡോക്ടർമാർ വിലക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ. നായനാരുടെ ഒരുപാട് ചെറിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇതാണ് നായനാരുടെ ഒരു പ്രകൃതം. ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാലുഷ്യം ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല. പുള്ളി ഇങ്ങനെ ആരെ കണ്ടാലും എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും ആ നിമിഷം തന്നെ അത് നമുക്ക് ആസ്വദിക്കുന്ന ഒരു മൂടല്ലാതെ അപ്പുറത്തേക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എത്ര വിഷം നമ്മുടെ വളരെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ പോലും അത് അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് VSൻ്റെ അനുഭവം എന്ന് പറയുന്നത്. VS ഒരിക്കലും അങ്ങനെ നമ്മൾ കാറിലൊക്കെ VSനോടൊപ്പം യാത്ര ചെയ്താൽ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ കരുതൽ VSനുണ്ട്, ഇങ്ങനെ ആളുണ്ട് എന്നൊക്കെ ഉണ്ട്. VS വളരെ കൂടെ ഇരിക്കുന്ന നേതാക്കന്മാരോട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ VS വളരെ കരുതലോടുകൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ. പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി അത് വളരെ ഇതായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ അല്ലാതെ നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു പേഴ്സണൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നല്ലാതെ ആ വിഷയത്തെക്കുറിച്ച് VS പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ VS മൗനിയാണ്. പിന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. നമ്മൾ പിന്നെ ഒരു വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് പറയും. ഇപ്പം അന്ന് ഞാനൊരിക്കൽ VSനോട് പോയിട്ട് വരുമ്പോൾ ഒരു നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു XMLA ഒക്കെ ആയിരുന്ന പരമേശ്വരൻപിള്ള എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ടായി. അദ്ദേഹവും ഞാനും VS മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. ഏതോ ഒരു ദൂരസ്ഥലത്ത് പോയിട്ട് വരുമ്പോഴാണ് അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് അന്ന് VS വളരെ വികാരപരമായി സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ VS നേരിട്ട അനുഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ കുറേ സമയമെടുത്ത് തന്നെ അത് ജനിച്ച് വളർന്ന ആ സാഹചര്യം മുതൽ പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് അനുഭവിച്ച ആ പീഡനങ്ങൾ ഇത് മുഴുവൻ RPയോട് ഇങ്ങനെ വിവരിക്കുകയായിരുന്നു. അത് RPയോട് പറയുന്ന സമയത്ത് VSൻ്റെ ആ മുഖഭാവം നമുക്കത് അത് നമ്മുടെ ഭയങ്കരമായി ഒരു വൈകാരിക തലത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു VSൻ്റെ ആ ഒരു അനുഭവം. അത് എനിക്ക് തോന്നുന്നു VS അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് 97
95 ആ പീരീഡിലാണ് 95. കൊല്ലം സമ്മേളനത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് ഈ യാത്ര. അതിലൊരു വി എസിനോടൊപ്പം തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് കയറാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് വി എസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ തിരഞ്ഞെടുത്ത ജയിലുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിലൊന്ന് തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലായിരുന്നു. പിന്നെ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ. ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു ദിവസമാണ് ഉച്ച മുതൽ ഏതാണ്ട് രാത്രി വൈകുന്നേരം 6-7 മണി വരെ നീണ്ടുനിന്ന സന്ദർശനമായിരുന്നു. ഓരോ തടവ് പുള്ളിയുടെ അടുത്തും വി എസ് ചെന്നിട്ട് ഓരോ സെല്ലുകളിലും പോയി വി എസ് അവിടുത്തെ തടവുകാരുടെ വിഷയപ്രശ്നങ്ങൾ അത് വി എസ് ചോദിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹം തന്നെ സ്വയം കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും ഒരു ശ്രദ്ധേയമായൊരു സാധനവും ഒരു നിമിഷം എന്ന് പറയുന്നത്, അന്ന് ജയിലിലെ ഒരു ആശുപത്രിയുണ്ട്. നമ്മുടെ സാധാരണ ആശുപത്രിയുടെ ഒരു ചിട്ടവട്ടമൊന്നും അല്ലാത്തൊരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ കുറേ തടവുകാരിങ്ങനെ അവിടെ കഴിയുകയായിരുന്നു. ഇപ്പോൾ വി എസ് പെട്ടെന്ന് തന്നെ അന്നത്തെ ജയിലിലെ പ്രധാന ഉദ്യോഗസ്ഥർ വി എസിനോട് പറഞ്ഞു, ഈ ആശുപത്രിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ജയിലിൻ്റെ വെൽഫെയർ ഓഫീസറും അന്നത്തെ സൂപ്രണ്ടും കൂടി വന്ന് പറഞ്ഞു, ആശുപത്രിയിലേക്ക് പോകേണ്ട ഇല്ല. ഒരു തടവുകാരനെ കുറിച്ചാണ് വി എസിനോട് പറഞ്ഞത്. പക്ഷേ വി എസ് അത് അവഗണിച്ചു. ജയിലാശുപത്രി നമ്മുടെ ഈ ഒരു കട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ അതിനകത്ത് ഒരു 5-6 ഒരു വലിയ ഹോള്, അതിന് ആശുപത്രി വാർഡെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ഹോള്. അവിടെ ഈ തടവുകാരൻ്റെ അടുത്ത് വി എസ് ചെല്ലുന്നു. അപ്പോൾ വി എസ് സ്വതസിദ്ധമായ ശൈലിയിൽ എന്താ സുഖമല്ലേ എന്ന് ചോദിച്ചു. ഈ തടവുകാരൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് തലയാട്ടി. എന്നിട്ട് വി എസ് ഇങ്ങനെ കറങ്ങി. ഈ തടവുകാരനോട് വി എസ് ചോദിച്ചു, ഇനി എത്ര വർഷം ബാക്കിയുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഈ തടവുകാരൻ്റെ മുഖത്തൊരു ഒരു ഒരു ദേഷ്യവും ഇതുമെല്ലാം ഉള്ളതാണ്. അയാൾ അതിന് ഒരു പ്രത്യേക തരത്തിൽ മറുപടി പറഞ്ഞു. പക്ഷെ വി എസിനൊന്നും തോന്നിയില്ല. വി എസ് നടന്ന് മറ്റ് തടവുകാരുടെ അടുത്തൊക്കെ പോയി ഈ കിടക്കുന്നവരുടെ എല്ലാം ചികിത്സയൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വന്നു. ഈ വൈപ്പിൻ മദ്യദുരന്ത കേസിലെ പ്രതി, വൈപ്പിൻ മദ്യദുരന്ത കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ചന്ദ്രസേനൻ, അദ്ദേഹമായിരുന്നു അന്ന് ആ ജയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ തടവുകാരൻ. ഒരു കിടക്കയിൽ എണീറ്റിങ്ങനെ ഇരിക്കുകയായിരുന്നു. വി എസ് വന്ന് മറ്റ് തടവുകാരെല്ലാം അവിടെ ആശുപത്രിയിൽ കിടക്കുന്നവരെല്ലാം ഇങ്ങനെ എണീറ്റ് നിന്നിട്ടും ഇയാൾ എണീക്കാൻ കൂട്ടാക്കിയില്ല. അത് ഒരു പ്രത്യേക തരത്തിൽ പുള്ളി കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഭാവവ്യത്യാസവും കൂടാതെ തന്നെ വി എസ് അദ്ദേഹത്തോടും ചോദിച്ചു, ചികിത്സയൊക്കെ കിട്ടുന്നുണ്ടോ, ഇനി എത്ര വർഷമുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് വി എസ് തിരിച്ചിറങ്ങിയത്. തിരിച്ചിറങ്ങി വരുമ്പോൾ വി എസ് അവിടെ ഉണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥരോടും, അന്ന് ഇന്നത്തെ പോലെ പത്രക്കാരൊന്നും ഇടിച്ച് കയറുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പത്രക്കാരനായിട്ട്, മാധ്യമപ്രവർത്തനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വി എസ് പറഞ്ഞു, ഈ ആളിനെ മനസ്സിലായോ എന്ന് വി എസ് ചോദിച്ചു. അപ്പം മനസ്സിലായി എന്ന് പറഞ്ഞു. വ്യത്യാസം കൊണ്ടായിരുന്നു. പക്ഷേ ആ വി എസിൻ്റെ ചോദ്യങ്ങൾക്ക് ആ ചന്ദ്രസേനൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് വളരെ ഇതായിട്ടുള്ളൊരു മറുപടിയാണ്. നമുക്കൊരിക്കലും
അയാളുടെ ഒരു പശ്ചാത്തലത്തിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നു. അപ്പോൾ ആ ശിക്ഷിക്കപ്പെടാനുള്ള കാരണക്കാർ എന്നുള്ള നിലയ്ക്ക് ആ രീതിയിലൊക്കെ ആയിരിക്കും പരിഗണിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുറന്ന ജയിലിലേക്ക് പോകുന്നത്. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലും ഇത് തന്നെയാണ് VSൻ്റെ. അവിടെ VS ചെല്ലുമ്പോൾ ഈ പശു കറക്കുന്നതും ഈ മറ്റേ അങ്ങനെയൊക്കെയുള്ള പല പല ജോലികളിൽ തടവുകാർ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അത് വേറൊരു ദിവസമാണ്. ഇതിൻ്റെ അന്ന് തന്നെ അല്ല, വേറെ അടുത്ത ഒരു ദിവസം. ഇതൊരു വലിയ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ഈ പൂജപ്പുര ജയിലിനുള്ളിൽ VSനോടൊപ്പം കയറാൻ പറ്റിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രൈം റിപ്പോർട്ടർ, സാംസ്കാരിക ലേഖകൻ, അതോടൊപ്പം തന്നെ നിയമസഭാ റിപ്പോർട്ടർ, പൊളിറ്റിക്കൽ റിപ്പോർട്ടർ, ഇങ്ങനെ പല രംഗത്തും ഈ പത്രപ്രവർത്തനത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ശ്രദ്ധേയമായ ചില സ്റ്റോറികൾ ക്രൈം റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലാകെ തന്നെ അത് കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിലൊന്നാണ് ISRO ചാരക്കേസ്. അത് പിന്നീട് ISRO ചാരക്കേസ് എന്ന് പറയപ്പെട്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈം റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വിവരം മാത്രമായിരുന്നു. അന്ന് ഈ പോലീസിൻ്റെ ബീറ്റ് നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തിരുവനന്തപുരം സിറ്റിയിലെ ഒരുപാട് സാധാ പോലീസുകാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ അടുത്ത സൗഹൃദ വലയമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് കിട്ടിയ, ഒരു സാധാ പോലീസുകാരനിൽ നിന്ന്, പോലീസ് ഓഫീസറിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സാധാ പോലീസുകാരനിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ. ആ പോലീസുകാരൻ, നമ്മൾ സാധാരണ എല്ലാ അന്ന് ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു സ്ഥിരം ചോദ്യമാണ്, പോലീസുകാരെ കണ്ടാൽ എന്തുണ്ട് വിശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മട്ടിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഈ ISROയിലൊരു കേസ് അന്വേഷിക്കുന്നുണ്ട്, അതേക്കുറിച്ച് അറിഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ആ ഒരു സൂചനയിൽ നിന്ന് പതിയെ അതായത് പോലീസ് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ, അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അന്വേഷണം നടത്തുന്നതിനൊപ്പം തന്നെ ഇതേക്കുറിച്ച് ഒരു ഡയറി തയ്യാറാക്കുകയും ആ ഡയറിയിൽ ഓരോ ദിവസത്തെയും കിട്ടിയ വിവരങ്ങൾ കുറിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ചാരക്കേസിൻ്റെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീ S. വിജയനെ കാണാൻ പോകുന്നത്. അന്ന് എന്നോടൊപ്പം ദേശാഭിമാനിയിൽ തന്നെയുള്ള S. ചന്ദ്രമോഹൻ ഒപ്പം ഉണ്ടായിരുന്നു. ചന്ദ്രമോഹൻ്റെ ബൈക്കിലാണ് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് S. വിജയനെ കാണാൻ വേണ്ടി പോകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയിട്ട് എനിക്ക് ഈ സ്മാർട്ട് വിജയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്മാർട്ട് വിജയനെ ഈ ISRO കേസിൻ്റെ തുമ്പ് ലഭിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് സ്മാർട്ട് വിജയനുമായിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനും പോലീസ് ഉദ്യോഗസ്ഥനും എന്ന തലത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു സൗഹൃദം അന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് പലരും അതിനെ വ്യാഖ്യാനിച്ച പലരും, ഈ കേസിലെ പ്രതി ഉൾപ്പെടെ, ഈ കേസിൽ അന്ന് പിന്നീട് പ്രതികളായ ISROയിലെ ചില ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ പറഞ്ഞത് ഈ സ്മാർട്ട് വിജയനും ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണെന്നാണ് പറഞ്ഞത്. ഈ ISROയിലെ ഈ മറിയ റഷീദ എന്ന് പറയുന്ന യുവതിയെ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ദിവസമാണ് ഞാനും സ്മാർട്ട് വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അന്ന് ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച്, അന്ന് ഞാൻ തിരുവനന്തപുരത്തെ
ഗുണ്ട ആക്രമണങ്ങളെക്കുറിച്ച് ഒരു പരമ്പര ദേശാഭിമാനിയിൽ, ഗുണ്ടാസംഘങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരമ്പര ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ആ പരമ്പരയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ടാണ് സ്മാർട്ട് വിജയനുമായിട്ട് സംസാരിക്കുന്നത്. ആ സംസാരിച്ച കൂട്ടത്തിൽ ഏറ്റവും അവസാനമാണ് ഇങ്ങനെ ഈ കേസ് എന്തായി എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ഉടൻ തന്നെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ VR രാജീവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ഇതേക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയാം, പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, എക്സ്ക്ലൂസീവായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എനിക്ക് വിവരം തരണം. അത് പോലീസ് അറസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വാർത്തയാക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കറിയാവുന്ന എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ, ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരങ്ങൾ ഈ സ്മാർട്ട് വിജയനുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയും അതേ തുടർന്ന് അന്നത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ്, VR രാജീവൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഈ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അന്ന് വൈകുന്നേരമാണ് ഈ മറിയം റഷീദയെ മഞ്ചൂർ SI ആയിരുന്ന തമ്പി S ദുർഗാദത്ത് അറസ്റ്റ് ചെയ്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുവരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ തോതിൽ ഒരു പൊളിറ്റിക്കൽ ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരനെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. കോൺഗ്രസ്സിലെ ഈ അധികാര തർക്കത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഉപയോഗിച്ചതാണ്. അന്ന് ഈ പൊളിറ്റിക്കൽ ഗൂഢാലോചനയിൽ നിന്നും പങ്കാളിയാകാനുള്ളൊരു അത്ര മാത്രം വളർന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നില്ല ഞാൻ. ഒരു തുടക്കക്കാരനെന്ന നിലയിൽ എന്നെ ഇത്തരം ഗൂഢാലോചനയിലൊന്നും ആരും പങ്കെടുപ്പിക്കുമെന്നും തോന്നുന്നില്ല. ഞാനുമായിട്ടും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല. ഞാൻ വേറെ ആരുമായിട്ടും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ഈ പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാത്രം. ആ കേസിൻ്റെ അന്ന് RS ബാബുവാണ് ബ്യൂറോ ചീഫ്. ഇന്നത്തെ മീഡിയ അക്കാഡമി ചെയർമാൻ RS ബാബുവാണ് ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ്. ഈ പോലീസ് പറഞ്ഞ അതേ കാര്യങ്ങൾ, കോടതി നടപടികളും ഒക്കെ അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡറുമായിട്ടോ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, നേരത്തെ പറഞ്ഞ 3 പേരുകാരല്ലാതെ മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടോ കൂടിയാലോചിക്കാനോ അവർ ഷെയർ ചെയ്ത വിവരങ്ങൾ അവരിൽ നിന്ന് വിവരങ്ങൾ എടുത്തിട്ട് ഷെയർ ചെയ്ത് പത്രത്തിൽ കൊടുക്കുന്നതിനോ ആദ്യ ദിവസങ്ങളിൽ, ഈ ചാരക്കേസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറേ കാലം കഴിയുമ്പോഴത്തേക്കായിരുന്നല്ലോ ചില തിരിച്ചറിവുകൾ വരുന്നത്. പക്ഷേ അന്ന് ഈ ചാരക്കേസ് ദേശാഭിമാനിയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേ തുടർന്ന് വലിയ കോളിളക്കം തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനൊരു പൊളിറ്റിക്കൽ മാനം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ചാരക്കേസിന് 2 വശങ്ങളാണ്. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു. ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നൊരു പത്രപ്രവർത്തകനാണ് ഞാൻ. ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ ബഹിരാകാശ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുക, അല്ലെങ്കിൽ ബഹിരാകാശ രഹസ്യങ്ങളും അതിൻ്റെ രേഖകളും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് അന്ന് ലോകരാജ്യങ്ങൾക്ക് വലിയ വിലയേറിയ ഇതായിരുന്നു. വളരെ കോടിക്കണക്കിന് രൂപയുടെ ചിലവഴിച്ചാൽ മാത്രമേ ചില ഡ്രാഫ്റ്റുകൾ തന്നെ കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് അങ്ങനെയല്ല. ഇന്ന് പെട്ടെന്ന് കിട്ടാൻ കഴിയും. ഈ PSLVയുടെ വിക്ഷേപണം പരാജയപ്പെട്ട സമയത്തു കൂടിയായിരുന്നു ISROയിൽ തന്നെ ശാസ്ത്രജ്ഞന്മാർ 2 ചേരിയായിരുന്നു. 2 ചേരിയായിട്ട് നിന്നിട്ട് അവർ പൊതു ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ട് പരസ്പരം വ്യക്തിപരമായി തമ്മിലടിക്കുന്ന, വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരവസ്ഥയൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇല്ലാതാവുന്നതിന് വേണ്ടി ഈ ചാരക്കേസെന്ന് നമ്മളിപ്പോൾ പറഞ്ഞ് ചാരക്കേസാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് വേറൊരു മാനമാണ്. ISROയിൽ നിന്നും ഈ മാലിക്കാരായിട്ടുള്ള 2 സ്ത്രീകൾ ISROയുടെ
LPSC എന്ന് പറയുന്ന വലിയ മലയിലെ, നെടുമങ്ങാടിനടുത്തുള്ള വലിയ മലയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മുറിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ ഇവർ താമസിച്ച ഹോട്ടൽ മുറിയിൽ പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കേതങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇതിനിടയ്ക്ക് വന്നു പോയ ചില ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇതിൻ്റെ പുറകിൽ പോയത്. ഇത് പെട്ടെന്ന് തന്നെ പൊളിറ്റിക്കലായിട്ട് അങ്ങ് മാറുകയായിരുന്നു. ആ പൊളിറ്റിക്കൽ ഗൂഢാലോചനയിൽ ഞങ്ങൾക്ക് അന്ന് പ്രത്യേകിച്ച് എനിക്ക് ദേശാഭിമാനിക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. പക്ഷെ മലവെള്ളം പായുന്നത് പോലെയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഒരു മാധ്യമ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നിപ്പോൾ നമ്മൾ ഈ ടെലിഫോണിൽ കിട്ടുന്ന, മൊബൈലിൽ കിട്ടുന്ന, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വാർത്തകളാക്കുന്ന ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് വിവാദങ്ങളുടെയൊക്കെ. അന്ന് അങ്ങനെയല്ല. ഈ പോലീസുകാരനിൽ നിന്ന് കിട്ടിയ ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയും പകലുമില്ലാതെ നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ISROയുടെ LPSC കേന്ദ്രത്തിൽ, ഈ വലിയ മലയിലെ കേന്ദ്രത്തിൽ രാത്രി ദേശാഭിമാനിയുടെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം രാത്രി അവസാന ബസ്സിൽ കയറി നെടുമങ്ങാട് ഇറങ്ങിയിട്ട് അവിടുന്ന് കരിപ്പൂർ ആ റോഡിലേക്ക് നടന്ന് ഈ LPSCയുടെ കേന്ദ്രത്തിൽ പോയി. ഒരു കൗതുകമാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ക്ലേശം അനുഭവിക്കുന്ന പത്രപ്രവർത്തകരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇന്നിപ്പം പെട്ടെന്ന് വിവരങ്ങൾ കിട്ടുകയും ചെയ്യും. അന്ന് അങ്ങനെയല്ല. നമുക്ക് മൊബൈലിലൊന്നും കിട്ടില്ലല്ലോ ആരെയും. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ഒരാളിനെ പോയി. അപ്പം അന്ന് അവിടെ വലിയ മലയിൽ പോയിട്ട് അവിടുത്തെ അതിൻ്റെ എൻട്രൻസിലൊരു വിസിറ്റേഴ്സ് രജിസ്റ്ററുണ്ട്. ആ എൻട്രൻസിലെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ ഈ മാലിക്കാരായിട്ടുള്ള ഈ മറിയം റഷീദയുടെ പേര് അന്നവിടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു പിടിവള്ളിയായി. അത് വച്ചിട്ട് അവിടുത്തെ ഈ CISF-നായിരുന്നു അന്ന് അവിടുത്തെ സെക്യൂരിറ്റി. CISF-ലുള്ള ഒരു മലയാളി ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ സ്ത്രീ എന്തിനു വന്നു, ആരെ കാണാൻ വന്നു എന്ന വിവരങ്ങൾ തരികയും, ഇതൊക്കെ നമ്മൾ ഒരു 1-2 ദിവസം കൊണ്ടല്ല, ഒരു 4-5-8 ദിവസങ്ങൾ നിരന്തരം യാത്ര ചെയ്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ വിശ്വാസം നേടിയെടുത്ത് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരെ പോയി നേരിട്ട് കണ്ട്, ഫോണിലൊന്നും കിട്ടുന്ന ഒരു കാലമായിരുന്നില്ല, കണ്ട് സംസാരിച്ചിട്ടാണ്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന്, പോലീസ് കോൺസ്റ്റബിളിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ഒരു ഇൻഫർമേഷനാണ്. അതേ തുടർന്ന് അതേ സമയത്ത് തന്നെ ഞാൻ ഈ അന്വേഷണം നടത്തുന്ന സമയത്ത് തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ വിജയനും സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരും ഈ മാലിയിലെ ഈ മറിയം റഷീദയും അറസ്റ്റിലായ മറിയം റഷീദയും ഫൗസിയ ഹസനും താമസിച്ചിരുന്ന സമ്രാട്ട് ഹോട്ടൽ, തകരപ്പറമ്പ് റോഡിലെ സമ്രാട്ട് ഹോട്ടൽ, അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു സമ്പന്നയായ ഒരു വിദേശ വനിത ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ആരും പോയില്ല അന്ന്. പിന്നെ ഇതൊരു കോലാഹലമായിട്ട് അങ്ങ് മാറിയപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ വന്ന ചില ആളുകളുണ്ടായിരുന്നു. നമുക്കത് അത് കഴിഞ്ഞ് അവർ ഈ ഫോർട്ട് മാനർ എന്ന് പറയുന്ന അന്ന് തിരുവനന്തപുരത്ത് വളരെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നക്ഷത്ര ഹോട്ടലാണ് ഈ ഓർബിറ്റിലെ. ആ ലേഡിയെല്ലാം താമസിച്ചിരുന്നത് ഈ ഫോർട്ട് മാനർ ഹോട്ടലിലാണ്. മറിയം റഷീദയും ഫൗസിയ ഹസനും ഒക്കെ താമസിച്ചിരുന്നത് ഈ സമ്രാട്ട് ഹോട്ടലിലാണ്. സമ്രാട്ട് ഹോട്ടലിൻ്റെ അവിടുത്തെ രജിസ്റ്ററിലും ഈ ISROയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നമ്മൾ ഓരോ ദിവസത്തെയും ഇത് കുറിപ്പ് തയ്യാറാക്കി എൻ്റെ ഡയറിയിൽ സൂക്ഷിച്ച് അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്കും പോകുന്നത്.
പക്ഷേ ഒരു 5-6 ഈ വാർത്ത വന്നു. ഈ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ CBIയുടെ ഡയറക്ടർ, വളരെ പെട്ടെന്ന് തന്നെ CBIയുടെ അന്നത്തെ ഡയറക്ടർ നരസിംഹറാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഈ പ്രധാനമന്ത്രിയുടെ പേര് നരസിംഹറാവു ആയിരുന്നു. ഈ CBIയുടെ ഡയറക്ടർ തിരുവനന്തപുരത്ത് വന്നു. ഈ CBIയുടെ ഡയറക്ടറും അന്ന് നമ്മുടെ CBIയുടെ അല്ല, IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു തികച്ചും അപ്രതീക്ഷിതമായിട്ട് തിരുവനന്തപുരത്തെത്തി. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൂടിക്കാഴ്ച നടത്തിയതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് രാജ്ഭവനിൽ താമസിച്ച് ഒരു രാത്രി, പിറ്റേ ദിവസം മടങ്ങിപ്പോവുകയും ചെയ്തു. അതിന് ശേഷമാണ് ഇതിന് വേറൊരു മാനം വരുന്നത്, ഈ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മാനം വരുന്നത്. രണ്ടാണ്. ഈ ശ്രീ കരുണാകരനെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള കോൺഗ്രസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. അത് MLA ക്വാർട്ടേഴ്സിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ റൂം കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ ആലോചനകളൊക്കെ നടന്നത്. പക്ഷേ അത്തരം ആലോചനകളിലൊന്നും പങ്കാളിയാകാനോ അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ടൊക്കെ വിവരങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു ബന്ധം എനിക്കന്നുണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ നിന്നു. പിന്നെ കോടതി നടപടികൾ, പിന്നെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള CBI, ഈ സ്മാർട്ട് വിജയൻ എന്ന് അറിയപ്പെടുന്ന ശ്രീ S. വിജയൻ, ഒറ്റ ദിവസമാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ. പിറ്റേ ദിവസം എൻ്റെ ഒരു പിടിവള്ളിയായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ചിക്കൻ പോക്സ് ബാധിച്ച് ആശുപത്രിയിലായി. പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് വളരെ സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഇതിനെ വേറൊരു തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പൊളിറ്റിക്കൽ ഗൂഢാലോചന നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ISROയുടെ ഈ വിലപ്പെട്ട ഒരുപാട് രേഖകൾ, ഡോക്യുമെൻറ്റ്സ്, അത് ചില ഡ്രോയിങ്സ് ആവാം, ഇന്നത്തെ രീതിയിൽ ഒരു ബഹിരാകാശ ശാസ്ത്രം ഗവേഷണം രംഗത്തെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അന്ന് ഇതെല്ലാം ഒരു ഡ്രോയിങ്സും ഒക്കെയാണ് ഇതിന് ബേസായിട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ അതിൽ പറയുന്ന ചില ശാസ്ത്രജ്ഞന്മാരുടെ അവർ ചിലപ്പോൾ നിരപരാധികളായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അവരിൽ ചില ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇതിന് ഈ ISRO ഈ മാലി യുവതികളുമായിട്ട് ചിലപ്പോൾ പേഴ്സണൽ സൗഹൃദങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതായിരിക്കാം. ഇവരിവിടുന്ന് രഹസ്യങ്ങൾ കടത്തിക്കൊടുത്തെന്നോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് കടത്തിയെന്നോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നിരവധി ഡോക്യുമെൻറ്റ്സ് അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ISROയിൽ നിന്ന് ഈ വലിയമലയിൽ നിന്ന് നിരവധി ഡോക്യുമെൻറ്റ്സ്. അന്ന് വലിയമല എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. ഈ GSLVയുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അടിസ്ഥാനപരമായ ഗവേഷണത്തിന് തുടക്കമിട്ട ഒരു കാലഘട്ടമായിരുന്നു. അത് റഷ്യൻ സാങ്കേതിക സഹായത്തോടു കൂടിയുള്ള ഈ GSLV വിക്ഷേപണത്തിന് നമ്മളൊരു പ്രാരംഭ തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. അന്ന് ഈ PSLVയുടെ ഒരു വിക്ഷേപണം പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ടതിന് കാരണം ഈ ചില സാങ്കേതിക പിഴവുകളാണ്. അത് മനഃപൂർവ്വം വരുത്തി വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് അന്ന് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ പിന്നിൽ ISROയിലെ ചില ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെയാണ് അന്നും ഇത് വന്നിരുന്നത്. പക്ഷേ എന്തായാലും അത് ഒരു വശത്ത് നിൽക്കുമ്പം തന്നെ ഈ കേസ് ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് കാരണമായിട്ടുണ്ട്. അല്ല, മറ്റു മാധ്യമങ്ങളുടെ അതിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇതൊരു വലിയ വാർത്തയായിരുന്നല്ലോ. ഇത് വായനക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട, അന്ന് എനിക്ക് തോന്നുന്നു മറ്റ് ചാനലുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അന്ന് ഒരു ചാനലും തുടങ്ങിയിട്ടില്ല. 94 ഒക്ടോബറിലാണ് ഞാൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അന്ന് ഏഷ്യാനെറ്റ് തന്നെ ചെറിയ തോതിൽ ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ പോയിട്ട് കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറിൽ അന്നത്തെ ബിജു
അദ്ദേഹം പുള്ളി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, പുള്ളി തന്നെ ഇത് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ദൂരദർശനുണ്ട്, പക്ഷേ ദൂരദർശൻ ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ഈ ചാനലുകളുടെ ഇതും മാധ്യമങ്ങളുടെ ഇതും നമുക്ക് ഈ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് എന്ത് ചെറിയ വാർത്തയും വായനക്കാർക്ക് വളരെ ആവേശത്തോടുകൂടിയാണ് വായനക്കാർ. അതിൽ വായനക്കാരുടെ പ്രതികരണം, ഈ വാർത്തയെ വിശ്വസിച്ച് വായനക്കാർ പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഈ മറിയം റഷീദ അറസ്റ്റിലായതിന് ശേഷം തിരുവനന്തപുരത്തെ ചില പത്രപ്രവർത്തകർ മാലിയിലേക്ക് പോയി, ചിലർ ചെന്നൈയിലേക്ക് പോയി, ചിലർ ഡൽഹിയിലേക്ക് പോയി. ഈ ചിലർ അതിൻ്റെ ഈ കിടപ്പറ രഹസ്യങ്ങളിലേക്ക് ഊളിയിട്ട് പോയ മാധ്യമപ്രവർത്തകരുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഭയങ്കരമായ ഒരു വായനക്കാരുടെ ഒരു വലിയ സമൂഹത്തെ തന്നെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം പല വഴിക്ക് പോയപ്പോൾ തിരുവനന്തപുരത്തെ ഇന്ന് അറിയപ്പെടുന്ന പല പത്രപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കഥകൾ ചികഞ്ഞു പോയ സമയത്തൊന്നും അങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കാത്ത ഒരാളാണ് ഞാൻ. സഞ്ചരിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടോ ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഇതിലേക്ക് പോയിട്ടില്ല. ഒരു ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിങ്ങാണ് നടത്തിയിട്ടുള്ളത്. കിട്ടിയ വിവരങ്ങൾ മാത്രം ശരി എന്ന് തോന്നുന്ന. ആദ്യത്തെ ദിവസം ഈ മാലി യുവതി അറസ്റ്റിലായി എന്ന വാർത്ത, അടുത്ത ദിവസം അവരുടെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പക്ഷേ ഒരു രാഷ്ട്രീയ പത്രം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരു അന്നൊരു രാഷ്ട്രീയ ദൗത്യം കൂടിയുണ്ട്. UDFൻ്റെ ഭരണമാണ്, കെ കരുണാകരനാണ് മുഖ്യമന്ത്രി. UDF സർക്കാരിനെതിരായിട്ടൊരു വലിയ ആയുധമായിട്ട്, രാഷ്ട്രീയ ആയുധമായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ ഉള്ള ഒരു അവസരമാണ്. പക്ഷേ അപ്പോഴും ഇത് പരിധി വിട്ടു പോകരുത് എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു അന്ന് പാർട്ടി തന്നിരുന്നത്. നമ്മുടെ മറ്റ് പത്രങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമ്മളതിൻ്റെ ഒരു പരിധി ലംഘിച്ച് അപ്പുറത്തേക്ക് പോകരുത് എന്ന് കർശനമായ ഒരു നിർദ്ദേശം അന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത്. ഇതിന് ഒരിക്കലും ഇതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇതിനൊരു വ്യക്തിപരമായി ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വ്യക്തിപരമായിട്ട് ക്രൂശിക്കാനോ അവരുടെ സ്വകാര്യ ജീവിതത്തിലെ ചികഞ്ഞു നോക്കുന്നതിനോ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതം അനാവരണം ചെയ്യുന്നതിനൊന്നും ദേശാഭിമാനി അന്ന് തയ്യാറായിട്ടില്ല. ആ ഒരു പരിധിവരെ പിടിച്ചിരിക്കുന്നു. പക്ഷേ അത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നതിന് പിന്നീടാണല്ലോ ഇതിനകത്ത് ഈ രമൺ ശ്രീവാസ്തവയുടെ, അന്ന് IG ആയിരുന്നു രമൺ ശ്രീവാസ്തവയുടെ കടന്നുവരവ് പിന്നീടാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് രമൺ ശ്രീവാസ്തവയ്ക്ക് ഈ ചരസംഘങ്ങളുമായിട്ട് രമൺ ശ്രീവാസ്തവയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞൊരു അന്നത്തെ ഒരു പ്രമുഖ പത്രമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പിറ്റേന്ന് അതിലേക്കായി. ഇപ്പോൾ രമൺ ശ്രീവാസ്തവയെ IG രമൺ ശ്രീവാസ്തവയും കരുണാകരനും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള, ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ളൊരു ബന്ധമാണത്. പക്ഷേ അത് കരുണാകരൻ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്നു എന്നുള്ള മട്ടിലായിരുന്നു പിന്നീടുള്ള. പക്ഷേ ആ സമയത്തെല്ലാം കാര്യം രമൺ ശ്രീവാസ്തവയ്ക്കെതിരായിട്ട് ഒരു വലിയ ഇത് നടക്കുന്ന സമയമായിരുന്നു. ഒരു ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിനൊരു അവസരം എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ദേശാഭിമാനി ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ടത് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ സഭ്യതയുടെ പരിധി വിട്ട് ഒരിക്കലും ദേശാഭിമാനി പോയിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് അന്നത്തെ ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഒരിക്കലും ഇത് അവിടെ നിന്ന് ഇന്ന രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ ഈ വിക്ഷേപണ ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയെന്നൊന്നും ഞങ്ങളങ്ങനെ ആധികാരികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല.
കിട്ടിയ വിവരങ്ങൾ മാത്രം. അത് ഈ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. സിബി മാത്യൂസൊക്കെ ഈ മറിയം റഷീദ് അടക്കമുള്ള അവർ ISROയിലെ ചില ഉദ്യോഗസ്ഥരെയും ചില ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പങ്കുവച്ച വിവരങ്ങൾ, അത് ഇതാദ്യം റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു പരിഗണന എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എക്സ്ക്ലൂസീവായിട്ട് പിന്നീട് ഈ ബഹളമെല്ലാം നടക്കുന്ന സമയത്തും വന്നിരുന്നു. അതേസമയം തന്നെ ഇതിനകത്ത് ഈ ISRO കേസിൻ്റെ കോലാഹലങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രാധാന്യം കിട്ടുമായിരുന്ന ഒരുപാട് ഇവിടുന്ന് മയക്കുമരുന്നും ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയിട്ട് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ കൺട്രീസ് കൊണ്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അതിലെ അന്വേഷണങ്ങൾ ചില പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാണ് ചെന്നെത്തിയത് ഈ സമയത്ത് തന്നെ. പക്ഷെ അതൊക്കെ അങ്ങ് അപ്രസക്തമാവുകയും ഇത് മാത്രം പിന്നീട് ഉണ്ടായ ഇതെന്ന് പറയുന്നത് 95 ആയപ്പോൾ ഇത് തികച്ചും ശ്രീ കെ കരുണാകരനെതിരായിട്ടുള്ളൊരു വ്യക്തിപരമായ ഒരു ആക്രമണത്തിലേക്ക് കൂടി വഴിമാറി. അത് ഒരു ചരിത്രമാണ്, അതിൻ്റെ ഒരു സത്യമാണ്, ചരിത്രത്തിലെ ഒരു സത്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ്സിലെ തന്നെ നേതാക്കന്മാർ തന്നെയാണ്. അവർ കോൺഗ്രസ്സിലെ എങ്ങനെയും ഏത് വിധേനയും കരുണാകരനെ ഇറക്കുക എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നൊരു സംഭവമുണ്ട്. 1995 ഈ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ തിരുവനന്തപുരത്ത് രൂപീകരിക്കുന്നത്. അമ്മ എന്ന പേരിൽ അത് ദിവസങ്ങളോളം അതിൻ്റെ തിരുവനന്തപുരത്ത് ഈ വഴുതക്കാട് ശ്രീമൂലം ക്ലബിന് അപ്പുറത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങും. അവരുടെ ചലച്ചിത്ര താരങ്ങളുടെ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നിട്ട് ഇതിൻ്റെ ഈ അമ്മ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും അതേ തുടർന്നുള്ള അതിൻ്റെ ഒരു സമ്മേളനമൊക്കെ നടക്കുന്നത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ്. ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ വരുമ്പോൾ ഈ മാധ്യമങ്ങളുടെ സ്വാധീനമായിരിക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എഴുതിയതെല്ലാം വിശ്വസിച്ച് കാണും. പക്ഷേ നമ്മൾ ഒരിക്കലും അത് ചിലപ്പോൾ വിശ്വാസത്തിലെടുത്തായിരിക്കാം. ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അവിടെ കൂടിയ ആ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമായിരുന്നു. പ്രത്യേകിച്ച് ചലച്ചിത്ര താരങ്ങളുടെ പരിപാടിയും ഇതൊക്കെ ആയതുകൊണ്ട് അന്ന് അവിടെ ഈ കരുണാകരൻ ഇങ്ങനെ വേദിയിലേക്ക് സ്റ്റേഡിയത്തിൻ്റെ മധ്യത്തായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന വേദി. കരുണാകരൻ അവിടെ ഇറങ്ങിയിട്ട് ആ വേദിയിലേക്ക് വന്ന് ഉദ്ഘാടനം വിളക്ക് കൊളുത്തി തിരിച്ചു പോകുന്നത് വരെ ആ സ്റ്റേഡിയത്തിലെ ജനക്കൂട്ടം ഒന്നടങ്കം ചാരാ ചാരാ എന്നുള്ള വിളിയാണ് കരുണാകരനെ അഭിസംബോധന ചെയ്തത്. യഥാർത്ഥത്തിൽ അത് അന്നത്തെ ഒരു വികാരം ജനവികാരമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു അനുഭവം കൂടി നേരിട്ട ഒരാളാണ് കെ കരുണാകരൻ. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന്, ആ വർഷം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും അത് ഈ ഭാഗത്ത് നടന്ന ഗൂഢാലോചന. മറ്റേതിൽ ചാരക്കേസിൻ്റെ യഥാർത്ഥ ഉള്ളുകള്ളികൾ തിരഞ്ഞു പോകാനോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ആരൊക്കെയോ കുറേ പേര് ഇത് ചെയ്തു. ഇന്നും ഇതാണ്. ഇപ്പോൾ ISROയിലെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീ നമ്പി നാരായണൻ കൊടുത്തൊരു കേസുണ്ട് സുപ്രീം കോടതി. അത് സുപ്രീം കോടതി വരെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ എന്നെക്കുറിച്ചൊക്കെ പരാമർശമുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും വ്യക്തിപരമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത, സത്യം. അതിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല.
പക്ഷേ ഈ നമ്പിനാരായണൻ ഉള്ള വ്യക്തിപരമായ വിരോധമോ അങ്ങനെ ആ ഒരു തലത്തിലേക്കൊന്നുമല്ല. പക്ഷേ ഇതെല്ലാം വെച്ച് കണക്കൂട്ടും ഇത് നോക്കുമ്പോൾ പിന്നെ അത് ഒരു ഇതിൻ്റെ ആ കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം CBIക്ക് വിടുകയും ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അതിൻ്റെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 2-3 ദിവസം CBI ഉദ്യോഗസ്ഥർ, ഡൽഹിയിൽ നിന്ന് വന്ന CBI ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം എന്നെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. എന്നെ വിളിക്കുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും അവരെല്ലാം ആ വന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ചോദിച്ചൊരു കാര്യം, ഒരൊറ്റ വസ്തുതയാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിച്ചിട്ടും പല ഇതിൻ്റെ എനിക്കറിയാവുന്ന ഞാൻ ഈ അന്നത്തെ റിപ്പോർട്ടുകളെല്ലാം അവർക്ക് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ആ റിപ്പോർട്ടുകളിലെ ഇംഗ്ലീഷ് പരിഭാഷയും കൊണ്ടാണ് ഞാൻ പോയത്. ദേശാഭിമാനിയുടെ അന്നത്തെ ആ റിപ്പോർട്ടുകളുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി അതുമായിട്ടാണ് പോയത്. അഭിഭാഷകനെ അനുവദിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ അവർ ചോദിച്ച ഒരൊറ്റ കാര്യം മാത്രമേ അവർക്ക് അറിയേണ്ടിയിരുന്നുള്ളൂ, ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പോലീസുകാരന് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പോലീസുകാരനിൽ നിന്ന് ഒരു വ്യക്തിപരമായി കിട്ടിയൊരു വിവരമാണ്. അത് ആണ് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. എൻ്റെ അന്വേഷണത്തിൽ പിന്നെ കണ്ടെത്തിയതും ഞാൻ സംസാരിച്ചവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഒക്കെ കൂടി ചേർത്താണ് എന്ന് അവരോട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും ഈ ചോദ്യം ചെയ്ത 3 ദിവസവും CBIയുടെ ഉദ്യോഗസ്ഥർ പലരും അവർക്കറിയേണ്ടിയിരുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെയാണ്, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവർക്കറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ബന്ധമില്ല ഇത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഒരു മാധ്യമ ഇതനുസരിച്ചൊരു ഇതുണ്ടല്ലോ, സോഴ്സ് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് കിട്ടിയ വിവരം പോലീസ് കേസെടുത്തു, അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അല്ലാതെ ഇതിനകത്ത് ഞാനിതിനകത്തൊരു കോൺസ്പിറസിയുടെയും ഭാഗമായിട്ടില്ല. ഈ ക്രൈം റിപ്പോർട്ട് ചെയ്ത് ക്രൈം ബീറ്റ് നോക്കിയിരുന്ന ഒരാളെന്നുള്ളതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്ന വിവരമാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ആണ് ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നത്. ഈ നമ്മുടെ സാധാരണ ഒരു റിപ്പോർട്ടർ, ഈ ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഈ ബ്യൂറോ ഏൽപ്പിക്കുന്ന ഒരു ജോലി ഉണ്ടാവും. ആ ബ്യൂറോ ഏൽപ്പിക്കുന്ന പണികൾക്കൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ളൊരു വാർത്ത കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ത്രില്ലാണ്, ഒരു ആവേശമാണ്. അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രപ്രവർത്തകർ, ഈ പുതിയ ആളുകൾക്കിടയിലും അത് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ അതിൻ്റെ നമുക്ക് ഇതിൻ്റെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഒരു വലിയ ചർച്ചയാകുന്ന വാർത്തകളിലേക്ക് പോകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഈ ദേശാഭിമാനിയുടെ മാത്രമായിട്ടൊരു വാർത്ത, ആ വാർത്ത പിറ്റേന്ന് മറ്റ് പത്രങ്ങൾ കൂടി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 1999 കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ അന്ന് കൊച്ചി ബ്യൂറോയിലായിരുന്നു. അന്ന് കൊച്ചിയിൽ ബ്യൂറോയിലെ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്താണ് ഈ കേരളത്തിലേക്കുള്ള വിദേശ നിർമ്മിത കാറുകളുടെ അനധികൃത കടത്തിനെക്കുറിച്ച് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള കഴിഞ്ഞത്. അതന്ന് കുറേ ദിവസങ്ങളോളം മറ്റ് പത്രങ്ങൾക്കെല്ലാം അത് ഫോളോ ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ ദേശാഭിമാനിയിൽ കൊണ്ടുവന്ന വാർത്തയാണല്ലോ എന്നുള്ള ഒരു ഉള്ളിലൊരു സന്തോഷവും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ വിദേശക്കാർ കടത്തെന്ന് പറയുന്നത് ഇന്നും ഒരു പ്രമാദമായി നിൽക്കുന്നൊരു കേസാണ്. ആ കാറ് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളിയാണ്, തിരുവല്ല സ്വദേശിയായിട്ടുള്ളൊരു മലയാളിയാണ്.
അയാൾ പിന്നെ ദീർഘകാലം കോഫോപോസ തടവുകാരനായിട്ട് ജയിലിലായിരുന്നു. എനിക്കും എതിരായിട്ട് തിരുവല്ല കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിരുന്നു. ആ കേസുകളുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ആ കോടതിയിൽ നേരിട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരുവല്ലയിൽ ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്ത സമയത്താണ് അന്ന് എൻ്റെ അഭിഭാഷകനായിരുന്നു പിന്നീട് ഗതാഗത മന്ത്രിയായ മാത്യു ടി തോമസ്. ഈ മാത്യു ടി തോമസ് അന്ന് തിരുവല്ലയിൽ അഭിഭാഷകനാണ്. അദ്ദേഹം ആണ് അന്ന് സ്വമേധയാ വന്ന് കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയായിരുന്നു. എന്നെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വാഹനത്തിൽ കൂട്ടി കോടതിയിലെത്തിക്കുകയും കോടതിയിൽ വിചാരണ കഴിഞ്ഞിട്ട് തിരിച്ച് ഭക്ഷണമൊക്കെ വാങ്ങിത്തന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. മാത്യു ടി തോമസ് ഈ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയക്കാരാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ജനതാ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് ഞാനും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. പക്ഷേ അന്ന് ആ ഒരു പരിചയം കൊണ്ടൊന്നുമല്ല. പിന്നീട് അദ്ദേഹം എം എൽ എ ആയിട്ടാണ് പിന്നെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി. പിന്നെ വീണ്ടും എം എൽ എയും മന്ത്രിയൊക്കെ ആയി. ഇപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കേസിൽ വക്കാലത്ത് എനിക്ക് വേണ്ടി വാദിക്കുകയും ആ കേസ് തിരുവല്ല കോടതി എന്നെ വെറുതെ വിടുകയും അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഡിഫമേഷൻ കേസ് തള്ളിപ്പോയി. അന്ന് തള്ളിപ്പോകാൻ കാരണമെന്ന് പറയുന്നത് ഈ കാറ് കടത്ത് സംബന്ധിച്ച് ദേശാഭിമാനിയിൽ വന്ന വാർത്ത മറ്റ് പത്രങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ദേശാഭിമാനി മാത്രമല്ല മറ്റു പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു വസ്തുതാപരമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇത് ചെയ്തത്. ഇനി കാറ് കടത്ത് എന്ന് പറയുന്നൊരു കൊച്ചി ബ്യൂറോയിൽ അന്ന് സി ശ്രീകുമാറാണ് ബ്യൂറോ ചീഫ്. യഥാർത്ഥത്തിൽ സി ശ്രീകുമാറിന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അത് ശ്രീകുമാർ എനിക്ക് പാസ് ചെയ്യുകയും അതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ അവസാനമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അന്ന് കൊച്ചിയിലെ കസ്റ്റംസ് ഹൗസിൽ വെല്ലിംഗ്ടൺ ഐലൻഡ് അവിടുത്തെ കസ്റ്റംസ് ഹൗസിൻ്റെ വളപ്പിൽ 4 വിദേശ നിർമ്മിത കാറുകൾ ഇന്ന് ഈ വിദേശത്ത് നിന്ന് പുതിയ ആഡംബര കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിയമ തടസ്സമില്ല. നിയമപരമായി ഒരു തടസ്സവുമില്ല. നമ്മൾ നികുതി അടച്ചാൽ മതിയാവും. അന്ന് അങ്ങനെയല്ല. അന്ന് വിദേശത്തെ ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിൻ്റെ ഒരു എത്രയോ സിക്ക് മുകളിലുള്ള കാറുകൾ, ഉപയോഗിച്ച കാറുകൾ മാത്രമേ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് സ്വന്തം ഉപയോഗത്തിനാണെങ്കിൽ പോലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവിടെ ഒരു പുതിയ കാറ് വാങ്ങിയിട്ട് ഇവിടെ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ അന്നത്തെ നിയമം അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ആ നിയമം മാറിയിട്ടുണ്ട്. ഈ നിയമം മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരുവല്ലയിലെ ഈ അലക്സ് എന്ന് പറയുന്ന ഈ മലയാളി. അലക്സ് എന്ന് പറയുന്നത് ചെറിയ ആളല്ല. ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന കേന്ദ്രമന്ത്രിമാരടക്കമുള്ള അന്നത്തെ പ്രമുഖരായ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കന്മാരുമായിട്ടും മന്ത്രിമാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഈ കേന്ദ്രമന്ത്രിയുടെയൊക്കെ മകളുടെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് പുതിയ കാറാണ് അന്ന് ഇറക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടത്താവളം എന്ന് പറയുന്നതാണ് കൊച്ചി തുറമുഖം. അപ്പോൾ ഇവിടെ ഈ കൊച്ചി തുറമുഖത്ത് കൊണ്ടുവന്ന 4 കാറുകൾ അന്നത്തെ സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അത് തടഞ്ഞു വെച്ചു. അപ്പോൾ തടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ കസ്റ്റംസിൻ്റെ വളപ്പിൽ തന്നെ അന്നത്തെ പോലീസിൻ്റെ ഈ കേന്ദ്രസേനയുടെ കാവലിൽ ഈ കാറുകളിങ്ങനെ അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ വിവരമാണ് ശ്രീകുമാറിന് കിട്ടുന്നത്. ശ്രീകുമാർ അതെനിക്ക്
ഷെയർ ചെയ്യുന്നത്, എന്നോട് പറയുന്നത്, എന്നെ ഡ്യൂട്ടിയായിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരെ കസ്റ്റംസ് അവിടെ ചെന്നു. അന്ന് ഈ സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒരിക്കലും ആരുമായിട്ടും, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുമായിട്ടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നൊരു പ്രകൃതക്കാരനല്ലായിരുന്നു. അവിടെ വേറൊരു ഉദ്യോഗസ്ഥനുമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹം സൗഹൃദത്തിലൂടെ പുള്ളിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, കുറച്ചധികം വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പിന്നീട് വേറൊരു കസ്റ്റംസിലെ വേറൊരു ഉദ്യോഗസ്ഥനുമായിട്ട് ഷെയർ ചെയ്യുകയും അദ്ദേഹം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആണ് ഈ കസ്റ്റംസ് ഓഫീസിൻ്റെ വളപ്പിൽ നിന്ന് വളപ്പിൽ കാറുകളുടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയും എന്നൊരു ഇത് കിട്ടിയിരുന്നു. അങ്ങനെ ഈ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കൊച്ചിയിലെ ഫോട്ടോഗ്രാഫർ, പിന്നീട് ഫോട്ടോ എഡിറ്ററായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ശ്രീ രവികുമാറിനെയും കൂട്ടി ഞങ്ങൾ മണിക്കൂറുകളോളം അത് പുറത്ത് അത് വിവരിക്കാൻ കഴിയില്ല. കാര്യം അത്രമാത്രം. കാര്യം ഈ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുക, ഈ 4 കാറുകൾക്കിടയിൽ കാറുകളുടെ സുരക്ഷ പോലീസ്, ഈ കേന്ദ്രസേനയിലെ ഉദ്യോഗസ്ഥന്മാർ തോക്കുമായിട്ട് ഇങ്ങനെ റോന്ത് ചുറ്റും. 99-ലാണത്. ആ സമയത്ത് ഞങ്ങൾ ഈ കസ്റ്റംസ് ഓഫീസിൻ്റെ വളപ്പിനോട് ചേർന്ന് താജ് മലബാർ ഹോട്ടലിൻ്റെ ഒരു ഗേറ്റിന് ഓപ്പോസിറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാറുകളുടെ ഇതെടുക്കാൻ പറ്റും. അങ്ങനെ രവിയെ ഉന്തിത്തള്ളി ഒരു മരത്തിൻ്റെ മുകളിൽ കയറ്റി. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാര്യം അനധികൃതമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതിനകത്ത് കസ്റ്റംസ് ഓഫീസിൻ്റെ വളപ്പിൽ ഒന്ന് ചിത്രമെടുക്കുന്നത് തന്നെ അവർ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഈ കൊണ്ടുവന്ന 4 കാറുകൾ ഒരു വലിയ പ്രമാദമായ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ പിടിച്ചിട്ടിരിക്കുന്നതിൻ്റെ ചിത്രമെടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം രവി മരത്തിൻ്റെ മുകളിൽ ഒരു കാടും പടർപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ശിഖരത്തിൽ ഇരുന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് ഈ ചിത്രം പകർത്തി ഞങ്ങൾ പിറ്റേന്ന് അത് രാത്രി തന്നെ എക്സ്ക്ലൂസീവായിട്ട് അത് സ്റ്റോറി ഫയൽ ചെയ്തു. പിറ്റേന്ന് 1-ാം പേജിൽ അത് വലിയ ബ്രേക്കിംഗ് സ്റ്റോറിയായിട്ട് ഇത് ചെയ്തു. അപ്പോഴാണ് ഈ തിരുവല്ലയിലെ ഈ കാറ് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇയാളുടെ വീട് ഈ കസ്റ്റംസുകാർ റെയ്ഡ് ചെയ്തിട്ട് അവരത് ഇത് ചെയ്യുന്ന വിവരം കിട്ടി. കസ്റ്റംസുകാർ റെയ്ഡ് ചെയ്തിട്ട് അവിടെ ആ വീട് അവരുടെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ നാട് വിട്ടു പോയി, ഒളിവിൽ പോയി. ഈ സ്റ്റോറി ബ്രേക്ക് ചെയ്ത പത്രത്തിൽ അച്ചടിച്ച് വന്ന അന്ന് തന്നെ രാവിലെ ഞങ്ങൾ നേരെ ആലപ്പുഴ വഴി തിരുവല്ലയ്ക്ക് പോയി. തിരുവല്ലയ്ക്ക് സമീപം മഞ്ചാടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് ഈ വീട്. ഒരു വലിയ ആഡംബര വസതിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കസ്റ്റംസുകാർ ഇത് മുദ്ര വച്ചിരുന്നു, ഈ വീട്. അപ്പം അതിൻ്റെ മതിൽ ചാടി ആ ഗേറ്റിൽ അവരുടെ ഡോറിൽ പതിച്ച ഈ വീട് കസ്റ്റംസ് ഇത് ചെയ്തിരിക്കുകയാണെന്നുള്ള, മുദ്ര വച്ചിരിക്കുകയാണെന്നുള്ള വിവരം അടങ്ങുന്ന നോട്ടീസ്, അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം മറ്റ് പത്രങ്ങളെല്ലാം അന്ന് ഈ കാറ് പിടിച്ചെടുത്ത വാർത്ത പിറ്റേന്ന് വലിയ വാർത്തയായി കൊടുക്കുമ്പോൾ, അടുത്ത ദിവസം ഞങ്ങൾ ചെയ്യുന്ന ഈ കാറ് കടത്തലിന് പിന്നിൽ പ്രവർത്തിച്ച കാറ് കടത്തലിൻ്റെ സൂത്രധാരനായിരുന്നു, ഇതിൻ്റെ ഇടനിലക്കാരനായിട്ടുള്ള ഈ അലക്സിൻ്റെ വീട് ജപ്തി ചെയ്ത വാർത്ത, അതിൻ്റെ പടമായിരുന്നു ഞങ്ങൾ 1-ാം പേജിൽ പിറ്റേന്ന് ബ്രേക്ക് ചെയ്തത്.
അതേ തുടർന്നാണ് പിന്നീട് ആ വാർത്തയും എല്ലാ പത്രങ്ങളും എടുത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഒരു 6-7 ദിവസം കഴിഞ്ഞാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. ഇയാൾ മുംബൈ എയർപോർട്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലാവുന്നതും. ഇയാൾ അവിടെ തന്നെ ഇത് ചെയ്തിട്ട് ഇയാൾ പെട്ടെന്ന് തന്നെ റിലീസായി. ഇയാൾ ഈ അലക്സ് തോമസ് എന്ന് പറയുന്ന ആൾ ഈ റിലീസായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചിട്ട് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പിടിച്ചെടുത്ത കാറുകളെല്ലാം തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ കാർ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വിദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറുകൾ മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അലക്സിൻ്റെ കെണിയിൽ വീഴുന്നത് മുഴുവൻ വിദേശ മലയാളികളാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരുന്ന അവരുടെ പാസ്പോർട്ടിൽ ഒരു സീലടിച്ചിങ്ങ് വിടും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് പോലെ ഒരു പ്രതിഫലം അവർക്ക് കിട്ടും. അതുമായിട്ട് അവർക്ക് വീട്ടിൽ പോകും. പക്ഷേ അവരുടെ പാസ്പോർട്ടിൽ അവിടെ കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നുവെന്നും, ചിലപ്പോൾ അവിടുത്തെ ഒരു കൂലിപ്പണിക്കാരനായിരിക്കും, ഗൾഫിൽ കൂലിപ്പണി ചെയ്യുന്ന ആളിൻ്റെ പേരിൽ പോലും ഇവിടെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള പുതിയ ആഡംബര കാറ് ഇവിടെ ഇറക്കുമതി ചെയ്യാറുണ്ട്. ഇതായിരുന്നു ഇതിൻ്റെ ഈ കാറ് കടത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഈ കാറുകളെല്ലാം വലിയ വൻകിട കക്ഷികൾക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കേരളത്തിലും 6-7 പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ 9-10 കാറുകൾ ഉണ്ടായിരുന്നു. വലിയ വൻകിട മുതലാളിമാർ, പിന്നെ രാഷ്ട്രീയക്കാർ, അവരെല്ലാം ഇയാളിൽ നിന്ന് ഈ കാറുകൾ, പുതുപുത്തൻ കാറുകൾ ഇങ്ങനെ വാങ്ങി ഇത് ചെയ്യുമായിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു സമ്പ്രദായം. ഈ കൊണ്ടുവരുന്ന കാറ് അവിടെ ഉപയോഗിച്ചതല്ല, പുതിയ കാറാണ്. ഒരു മലയാളി അവിടെ നിന്ന് വരുമ്പോൾ ആ മലയാളി ഇവരുടെ റാക്കറ്റിൽ പെടുന്നു. അയാളുടെ പാസ്പോർട്ടിൽ ഈ കാറ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ട് രേഖ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇയാളിങ്ങ് പോരുന്നു. പിന്നാലെ ഈ ചരക്ക് കപ്പലിൽ കാറ് വരുന്നു. ആ കാറ് കൊച്ചി തുറമുഖം വഴി പോകുന്നു. അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. ഇതായിരുന്നു അന്ന് അവലംബിച്ചിരുന്ന രീതി. പക്ഷേ ഈ വൻ ആളുകളും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും ബിസിനസ് പ്രമാണിമാരുമായിട്ടൊക്കെ വലിയ ബന്ധത്തിൻ്റെ ഉപയോഗിച്ചാണ് ഇയാൾ സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് പിടിച്ചെടുത്ത ഈ കൊച്ചിയിൽ മാത്രമല്ല, ചെന്നൈ തുറമുഖത്തും ഇയാളെ കാറുകൾ പിടിച്ചിരുന്നു. അവിടെ നിന്നെല്ലാം ഇയാൾക്ക് ഈ കാർ പിടിച്ചെടുത്ത എല്ലാ കാറുകളും ഇയാൾക്ക് തിരിച്ചു വിട്ടു. പിന്നീട് 2-3-4-5 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുള്ളി ജയിൽ മോചിതനായി. അതിനുശേഷമാണ് എനിക്കെതിരായിട്ട് 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം കേസ് ഫയൽ ചെയ്യുന്നു. ആ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ അന്ന് ഇൻ്റലിജൻസ് IG ഇവിടെ ജേക്കബ് പുന്നൂസ് സാറാണ്. അപ്പം ഇയാൾ മറ്റേ കോഫെപ്പോസ കേസിൽ ഇയാൾ പോലീസ് തിരയുന്ന ആളാണെന്നുള്ള കാര്യം ഉത്തരവിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവിൻ്റെ കോപ്പിയൊന്നും ആരുടെ കയ്യിലുമില്ല. പോലീസിൻ്റെ ആസ്ഥാനത്തൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഒരു ഇതുമില്ല. കേസ് ഏതാണ്ട് വിചാരണയുടെ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് തെളിയിക്കാൻ ഇയാൾ ഈ കൊഫെപ്പോസ തടവ് ആക്ട് പ്രകാരം, കൊഫെപ്പോസ നിയമപ്രകാരം പോലീസ് തിരയുന്ന വ്യക്തിയാണെന്നുള്ള ഒരു കോടതിയിൽ ഹാജരാക്കാൻ രേഖയൊന്നുമില്ല. അതിന് ഞാൻ ഈ കാര്യം ജേക്കബ് പുന്നൂസ് സാറിനോട് പറയുകയും ജേക്കബ് പുന്നൂസ് സാറ് അത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയ ഒരു ഉത്തരവ്, ഇയാൾ കൊഫെപ്പോസ പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൻ്റെ കോപ്പി ജേക്കബ് പുന്നൂസ് സാർ എനിക്ക് തന്നു. അടുത്ത വിചാരണ സമയത്ത് കാര്യം ഇതിൻ്റെ വിചാരണയുടെ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് മാത്യു ടി തോമസാണ് വക്കീലെങ്കിലും മാത്യു ടി തോമസ് എന്നൊരു ഫിഗറൊന്നുമല്ല തിരുവല്ലയിൽ.
ഈ മറ്റേ എതിർകക്ഷികൾ ഭയങ്കര ഗുണ്ടകളും ഒക്കെ ആയിട്ട് വലിയ ആൾബലത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ കോടതിയിൽ ചെല്ലുന്നത്. അപ്പോൾ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തുകയും എനിക്ക് മറ്റേ കാറും ബൈക്കും എല്ലാം കൊണ്ട് എന്നെ റൈസ് ചെയ്ത് പിന്നീട് കോടതിയിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ ഉത്തരവ് കിട്ടിയപ്പോൾ ഇങ്ങനെ മാത്യു ടി തോമസിനോട് പറഞ്ഞു, ഇങ്ങനെ ഈ ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ് രഹസ്യമായിട്ട് ഈ ഉത്തരവ് എങ്ങനെയെങ്കിലും അടുത്ത വിചാരണ ദിവസം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു സ്വകാര്യ വാഹനത്തിൽ കൊല്ലം ആലപ്പുഴ വഴി ഈ അതീവ രഹസ്യമായിട്ട് തിരുവല്ലയിൽ കൊണ്ടുവന്ന് ഈ കോടതിയിൽ ഈ രേഖ കൊടുക്കുകയായിരുന്നു. ഇയാൾ കോഫെപ്പോസ പ്രകാരം ആക്ട് പ്രകാരം ഇയാൾക്കെതിരായിട്ട് തിരയുന്ന കള്ളക്കടത്തുകാരനാണെന്നും ഈ അങ്ങനത്തെ ഒരു ഉത്തരവ് നിലവിലുണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ നിന്ന് വിടുതൽ ചെയ്തത്. ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നെ അയാൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിൽ മറ്റ് പത്രങ്ങൾക്കുള്ള കേസുകൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു തോന്നുന്നു. മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്കെതിരെ കേസ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അടുത്ത കാലം വരെ ആ കേസ് അവിടെ ഹൈക്കോടതിയിൽ നിലനിന്നിരുന്നു. ഒരു 5-6 വർഷം മുമ്പ് ഞങ്ങളുടെ കേസ് വിട്ടു. കരുണാകരൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ദേശാഭിമാനി തന്നെ വളരെ അപ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു, ഞങ്ങൾ പക്ഷേ അത്ര സീരിയസ് അന്ന് ഞാൻ ഫയൽ ചെയ്ത സമയത്ത് വളരെ വൈകിയാണ് കൊണ്ട് ഫയൽ ചെയ്യുന്നത് തോന്നുന്നു. ഇത് ചെയ്യുന്ന ഈ കെ കരുണാകരൻ ഇന്ന് രാജിവെക്കും എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ചെറിയൊരു വാർത്തയാണ്. ഒരു കരുണാകരൻ ഇന്ന് രാജിവെച്ചേക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പണ്ട് ചോദ്യചിഹ്നമൊക്കെ ഇടുമല്ലോ, ഇങ്ങനൊരു സൂചന വന്നിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ രാജിവെക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അന്നൊരു സൂചന ഇട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു RS ബാബു, പ്രഭാവർമ്മയൊക്കെ തിരുവനന്തപുരം ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അന്ന് കരുണാകരൻ്റെ ഈ ശിഖണ്ഡി പ്രയോഗം പ്രസംഗം അവിടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി എന്ന് ശിഖണ്ഡികൾ എന്ന പ്രയോഗം, അത് കോൺഗ്രസ്സിലെ തന്നെ എതിരാളികൾ, പ്രത്യേകിച്ച് AK ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് ആണ് അന്നത്തെ പ്രസംഗം. അത് പുത്തരിക്കണ്ടം ഗാന്ധി പാർക്ക് മൈതാനിയിലാണ്. വലിയ ജനാവലിയായിരുന്നു അന്ന് ഈ നമ്മുടെ പഴയ നിയമസഭാ മന്ദിരത്തിലാണല്ലോ നിയമസഭയൊക്കെ ചേരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നത്. AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ട് ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ, അത് കുറേ ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്യാൻ അതിലെ പല ആംഗിളുകൾ വെച്ചിട്ട് ഈ ഡൽഹിയിൽ നിന്ന് പ്രത്യേക ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ആൻ്റണി മുഖ്യമന്ത്രിയായി വരുന്നു. അതിൻ്റെ അന്നത്തെ ഈ ഉത്തരവില്ലാതെയാണ് വരുന്നത്. ആ വാർത്ത ദേശാഭിമാനിയിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഉത്തരവില്ലാതെ ആണ് ഇതിൻ്റെ ഇവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ. കാര്യം അന്ന് ആൻ്റണി കേന്ദ്രത്തിൽ ഒരു സ്ഥാനവും വഹിക്കുന്ന സമയമായിരുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ കുറേ പൊളിറ്റിക്കൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1994 നമ്മുടെ അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. CT അഹമ്മദ് അലി. അന്ന് ഈ നിയമസഭയിൽ ബില്ലുകൾ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ നേരം പുലരും. അന്ന് ബില്ല് പൈലറ്റ് ചെയ്യുന്ന മന്ത്രിയും
പ്രതിപക്ഷത്ത് നിന്ന് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പഠിച്ച് സംസാരിക്കുന്ന മെമ്പർ മാത്രമേ കാണുള്ളൂ. ബാക്കി എല്ലാവരും നിയമസഭയിൽ ഇരുന്ന് ഉറങ്ങുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു CT അഹമ്മദ് അലി ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോൾ ആവശ്യപ്പെടും. ഈ പോൾ ആവശ്യപ്പെടുന്ന സമയത്താണ് വെളിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ MLA-മാർ ഓടി വന്നിട്ട് പോൾ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഭേദഗതി പ്രതിപക്ഷത്തു നിന്ന് കൊണ്ടുവരുന്ന ഭേദഗതി തള്ളിപ്പോവും, ഭേദഗതി പാസ്സാവുന്ന ഘട്ടം വരുമ്പോൾ ആ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് മാറിയ അനുഭവങ്ങളാണ്. ഈ ബില്ലിൻ്റെ ചർച്ചയിൽ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് രാജ്, നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് VJ തങ്കപ്പനായിരുന്നു നിയമസഭയിൽ. പഴയ തദ്ദേശ സ്വയംഭരണ മന്ത്രി VJ തങ്കപ്പൻ ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭേദഗതി വന്നു. യഥാർത്ഥത്തിൽ ആ ഭേദഗതി അംഗീകരിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയതാണ്. അന്ന് അതിൻ്റെ കാര്യകാരണ സഹിതം VJ തങ്കപ്പൻ പറഞ്ഞിരുന്നു, ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്തുകൊണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് വേണ്ട. അന്ന് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസുകളാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തുകളായിട്ട് മാറുകയായിരുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ അനാവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് അത് നമുക്ക് ഭരണച്ചിലവുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് VJ തങ്കപ്പൻ നിയമസഭയിൽ അവതരിപ്പിച്ച ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും അത് ഏതാണ്ട് നേരം പുലരും വരെ. പിന്നെ അതിന് സമാനമായിട്ടുള്ളൊരു ഭേദഗതി ഒരു ബില്ല് വന്നിട്ടുള്ളത്, നിയമനിർമ്മാണം നടന്നിട്ടുള്ളത് അഴിമതി നിരോധന നിയമമാണ്. ഗൗരിയമ്മ പൈലറ്റ് ചെയ്ത KR ഗൗരിയമ്മ പൈലറ്റ് ചെയ്ത ഒരു ബില്ലുണ്ട് അന്ന്. പക്ഷേ ഞാൻ നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ നിയമസഭയുടെ ഇത് അറിയാവുന്ന ഇത് സമയത്ത് ഞാൻ ഫുൾ ടൈം രാവിലെ മുതൽ പിറ്റേന്ന് വരെ. അതേപോലെ നിയമസഭയുടെ ഈ ദൂരദർശനും ആകാശവാണിക്കും വേണ്ടി ഒരേ ദിവസം തന്നെ ദേശാഭിമാനിക്ക് റിപ്പോർട്ട് ചെയ്യും, അന്ന് തന്നെ ആകാശവാണിയിലുണ്ടാവും, അന്ന് തന്നെ ദൂരദർശനിൽ നിയമസഭാ വാർത്തകളാണ്. കാര്യം നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നടന്ന കാര്യങ്ങൾ മാത്രമാണ്. അവിടെ നമ്മുടെ മനോഗതങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. നമുക്കങ്ങനെ നമ്മുടെ ഭാഷയോ നമ്മുടെ സാഹിത്യമൊന്നും എഴുതി ഫലിപ്പിക്കാൻ നമുക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്താണോ നടന്നത് ആ കാര്യങ്ങൾ മാത്രം. പക്ഷേ ആകാശവാണിയിലേക്ക് വരുമ്പോൾ അത് മാറും. ആകാശവാണിയിൽ നമുക്ക് എന്തും എഴുതാം. ഇത് വായിച്ചതിന് ശേഷമേ അവർ തന്നെ അറിയുള്ളൂ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ ന്യൂസ് റീഡർ, അവിടുത്തെ ന്യൂസ് റീഡറോ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ മിക്കവാറും ഉണ്ണിത്താൻ ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ ദേവനായിരിക്കും. ഇതങ്ങ് ഇന്നാളിൻ്റെ കോപ്പിയല്ലേ അന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കും. പക്ഷെ അതിനകത്ത് ഒളിയമ്പുകൾ നമ്മൾ കയറ്റി വയ്ക്കും. അത് അങ്ങനെ ഒരുപാട് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിറ്റേന്ന് അവർ കാണുമ്പം പറയും, ദേഷ്യപ്പെടും, ഇത് പണി തന്നുമല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങ് വായിച്ചു പോവും. ഈ നിയമസഭയിൽ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് AK ആൻ്റണി മുഖ്യമന്ത്രി, AK ആൻ്റണി പ്രതിപക്ഷ നേതാവ്, പിന്നെ ഉമ്മൻചാണ്ടി, VS, ഇത്രയും പേര് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് K. കരുണാകരൻ, ആൻ്റണി, ഉമ്മൻചാണ്ടി, VS, നയനാർ, ഇത്രയും പേരുടെ സമയത്ത്, പിന്നെ ഇപ്പോഴത്തെ ഈ 2016 സഖാവ് പിണറായി, ഇത്രയും പേര് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് നിയമസഭയിലെ ഈ G. കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന സമയത്താണ് നിയമസഭാ നടപടികൾ. ഇന്നിപ്പം നമ്മൾ നിയമസഭയുടെ പല ഇത് സംബന്ധിച്ച് കാര്യം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇത്രയും ഈ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് പ്രത്യേകിച്ച് നിയമനിർമ്മാണത്തിനൊക്കെ വേണ്ടി ഈ നമ്മുടെ ബില്ല് അവതരിപ്പിച്ചിട്ട് ആദ്യത്തെ ബില്ലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുന്നതാണ്. പിന്നെ സബ്ജക്റ്റ് കമ്മിറ്റി വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയമാണ് ആദ്യം പൈലറ്റ് ചെയ്യുന്നത്, ബില്ലല്ല. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം ചെയ്തതിന് ശേഷം
ഭരണപക്ഷത്തു നിന്ന് ഒരാൾ, പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ, ഈ രണ്ടുപേരും സംസാരിച്ച് ഈ ബില്ല് പോവുകയാണല്ലോ. ആ ബില്ല് അങ്ങനെ സബ്ജക്റ്റ് കമ്മിറ്റി വളരെ വിശദമായി സംസാരിച്ച് ചില ഭേദഗതികളും ഒക്കെ ഇത് ചെയ്തുകൂടി തിരിച്ചു വരുന്നു. പിന്നീടാണ് ബില്ല് വകുപ്പ് തിരിച്ചുള്ള പരിഗണനയും ചർച്ചയും ഒക്കെ നടക്കുന്നത്. ഇത് നേരത്തെ മണിക്കൂറുകളോളം ആണ് ഒരു ചെറിയ വകുപ്പിൽ മാറ്റം വരുന്നത്. ചില അക്ഷരം മാറ്റുന്നതിന്, ചില വേർഡുകൾ മാറ്റുന്നതിനൊക്കെ മണിക്കൂറുകൾ ചിലവഴിച്ച് ചർച്ച നടത്തിക്കൊണ്ടുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെയില്ലെന്ന് തോന്നുന്നു. ഈ മറ്റേ പരിഭാഷ ഇംഗ്ലീഷ് വാക്കിൽ ഇങ്ങനെ മറ്റേ ഈസ് വാസ് എന്നൊക്കെ പറയും പോലെ മാറ്റുന്നതിനെ സംബന്ധിച്ചൊക്കെ മണിക്കൂറുകൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയില്ല. ഞാൻ നിയമസഭയിൽ ഈ ആദ്യമായിട്ട് വന്ന ജി കാർത്തികേയൻ സ്പീക്കറായിട്ട് ചുമതലയേറ്റതിനെ തുടർന്നാണ് ഈ MLA-മാർക്ക് ഇതിൻ്റെ നടപടികൾ ലഘൂകരിക്കുന്നതിനെ സംബന്ധിച്ച്, ഈ നിയമനിർമ്മാണത്തിൻ്റെ നടപടികൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് ആണ് അന്ന് ക്ലാസ് എടുത്തത്. അന്ന് ഞാൻ ഇതിൽ കാര്യകാരണ സഹിതം അന്ന് നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റാക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നു. പക്ഷെ അന്ന് പങ്കെടുത്ത പുതിയ തലമുറയിൽപ്പെട്ട പുതിയ ആൾക്കാർ, നവാഗതരായിട്ടുള്ള MLA-മാരാണ് കൂടുതൽ പേര് പങ്കെടുത്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന നിയമസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഈ സബ്ജക്റ്റ് കമ്മിറ്റിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ ചില ഭേദഗതികൾ അവർ അംഗീകരിക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി പരിഗണിച്ച ബില്ല് നിയമസഭയിൽ വീണ്ടും വരുമ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് വരുമ്പോൾ പോലും ഈ വകുപ്പ് തിരിച്ചുള്ള പരിഗണനയിലോ അതിൻ്റെ ചർച്ചയിലോ ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗവൺമെൻറ് തയ്യാറാവാൻ കാര്യം അത് ഗവൺമെൻറ് ഒരു പോളിസി മാറ്ററാണ്. പിന്നെ എന്തിനാണ് ഇതിനെ വകുപ്പ് തിരിച്ചുള്ള വീണ്ടും പരിഗണന വേണ്ടിയത്? സബ്ജക്റ്റ് കമ്മിറ്റി കഴിഞ്ഞാൽ പൊതു ചർച്ചയിലേക്ക് പോയിക്കൂടെ എന്നാണ് പറയുന്നത്. ഈ ബില്ലിൽ 1-ാം വായന, 2-ാം വായന, 3-ാം വായന എന്നൊക്കെ ഇന്നിപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നി. 3-ാം വായന എന്നൊക്കെ ഇപ്പം പണ്ട് സ്പീക്കർ പറയുമായിരുന്നു. ഞാനന്ന് ഈ ക്ലാസ്സിൽ ഇതാണ് അന്ന് പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞത്. അത് നിയമസഭാ രേഖകളിലുണ്ട്. അവിടെ ഒരു പുസ്തകമായിട്ട് അത് അന്ന് ക്രോഡീകരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ക്ലാസ് എടുത്തത്, ശേഖരൻ നായരും സോമനാഥും ഞങ്ങൾ 3 പേരാണ് അന്ന് ആ ഒരു സെഷനിൽ ഒരു ദിവസം ഫുള്ള് ക്ലാസ് എടുത്തു. പലതും പഠിക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകളിൽ ഒരാൾ ഏറ്റവും ഇതായിട്ടുള്ളത് TM ജേക്കബാണ്. പിന്നെ ഇതിൽ നമുക്കൊരു ഈ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയെ സ്തംഭിപ്പിക്കാൻ പറ്റും. സഭ സ്തംഭിപ്പിക്കാൻ പറ്റുന്ന എപ്പോഴും നമ്മളിതിൻ്റെ ചട്ടം റൂള് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിൽ പ്രീസിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല വിവരം ഈ സഭാ നടപടികളെ, ഈ പഴയ സഭാ നടപടികളെക്കുറിച്ച് നല്ല വിവരങ്ങളുള്ള, ഇപ്പോൾ എനിക്ക് തോന്നുന്നു EMS ഒന്നും ഉണ്ടായിരുന്ന സമയത്ത് നമ്മളില്ലല്ലോ, അന്നത്തെ ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഇത് കണിശമായിട്ട് ഇതിൻ്റെ ഈ അവസരം പാർത്തിരുന്ന് ഇതിൽ ഇടപെടുന്ന ആളുകളിൽ ഒരാൾ TM ജേക്കബാണ്. TM ജേക്കബ് പറയുന്നതിനെ ഖണ്ഡിക്കാൻ വലിയ പ്രയാസമായിരിക്കും. TM ജേക്കബ് കൃത്യമായിട്ട് ആ പോയിൻ്റ് അത് ഇതിനെ നോട്ട് ചെയ്ത് TM ജേക്കബ് അവതരിപ്പിക്കുകയാണ്. പിന്നെ TM ജേക്കബിനെ പോലെ ഇത് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പം അതിനുശേഷം പിന്നെ ആര്യടൻ മുഹമ്മദ് എപ്പോഴും കീഴ്വഴക്കങ്ങളെയാണ് അവലംബിക്കുന്നത്. ഈ സഭയിൽ എപ്പോഴും ഈ ശക്തറാൻ ഗൗളിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതേ തുല്യ പരിഗണനയാണ് ഈ കീഴ്വഴക്കങ്ങൾക്കും ഉള്ളത്. നേരത്തെ ഒരു സംഭവം, ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാൽ ഇത് ചെയ്യും. ഇത് VS-ഉം ഒരു പരിധിവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് VS പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഇത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ VS ഇടപെടും. പിന്നെ ഏറ്റവും നല്ല ഇതെന്ന് പറയുന്ന ഏറ്റവും നല്ല സ്പീക്കർ
ഒരു സ്പീക്കർ എന്ന നിലയ്ക്ക് ഏറ്റവും നന്നായിട്ട് നിയമസഭ കൈകാര്യം ചെയ്തിട്ടുള്ള, നിയമസഭ കൊണ്ടുപോയിട്ടുള്ളത് വക്കം പുരുഷോത്തമനാണ്. ഇത്രയേറെ സഭാ നടപടികളെക്കുറിച്ച് ഒരു സെക്കൻഡ് പോലും അദ്ദേഹം ഇത് ചെയ്തിട്ടില്ല. ഈ സഭയുടെ സമയം കളയാൻ തയ്യാറായിട്ടില്ല. വളരെ കണിശമായിട്ട്, അത് ആരായിരുന്നാലും, മുഖ്യമന്ത്രി ആയിരുന്നാലും പ്രതിപക്ഷ നേതാവായിരുന്നാലും, അപ്പുറത്ത് ആൻ്റണിയാണ്, ഇപ്പുറത്ത് VS ആണെങ്കിൽ പോലും പുള്ളി വളരെ കണിശമായിട്ട് തന്നെ അതിൽ ഇടപെടുകയും നിലപാടെടുക്കുകയും ചെയ്തു. സ്പീക്കറുടെ നിലപാടാണല്ലോ എപ്പോഴും പ്രധാനമായിട്ട്. സർക്കാരിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കലാണ് സ്പീക്കറുടെ ഏറ്റവും വലിയ ചുമതലയെന്ന് പറയാം. അവിടെ അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിന് പരിഗണന കൊടുക്കുകയും വേണം. പക്ഷേ പ്രതിപക്ഷത്തെ മാത്രം പരിഗണിച്ചു കൊണ്ട് പോകുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സർക്കാരിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കുക, അതോടൊപ്പം പ്രതിപക്ഷത്തിന് തുല്യ പരിഗണന കൊടുക്കുകയും ചെയ്യുക, പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഇതും ചെയ്യുക. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംയമനവും ഒന്നുമല്ല, ഒരു കണിശമായ നിലപാടാണ് വക്കം സ്വീകരിച്ചിരുന്നത്. പക്ഷേ VM സുധീരൻ എപ്പോഴും ഒരു സംയമനത്തിൻ്റെ നിലപാടൊക്കെയാണ് VM സുധീരൻ. പിന്നെ ഈ അതിനുശേഷമൊക്കെ വന്നവരെല്ലാം അങ്ങനെ ഒരു നമുക്ക് ശ്രദ്ധേയമായ ഒരു ഇത് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വക്കം പറഞ്ഞാൽ തീർന്നു. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാര്യം സർക്കാരിൻ്റെ ബിസിനസ്സാണ് നടത്തിക്കൊടുക്കലാണ് സ്പീക്കറുടെ ഉത്തരവാദിത്വം. അവിടെ വരുന്ന ബില്ലിൻ്റെ കാര്യത്തിലായിരുന്നാലും ധനകാര്യ നടപടികളുടെ കാര്യത്തിലായിരുന്നാലും ഏത് ഇതായിരുന്നാലും സർക്കാരിനൊപ്പം നിൽക്കുക, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു സ്പീക്കറുടെ. പക്ഷേ പ്രതിപക്ഷത്തെ പരിധി വിട്ട് പോകാൻ പറ്റില്ല, ഭരണപക്ഷത്തിനും പരിധി വിട്ട് പോകാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡാണ് നമുക്ക് കേരള നിയമസഭയ്ക്ക് ചേർന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ദേശാഭിമാനി തിരുവനന്തപുരത്ത് ബ്യൂറോയിലുള്ള സമയത്താണ് 2 തവണ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആവാനും 2 തവണ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതിനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ 2 തവണ മാനേജിങ് കമ്മിറ്റി അംഗമായിട്ടും 2 തവണ പ്രവർത്തിച്ചു. പിന്നെ പത്രപ്രവർത്തക യൂണിയൻ KUWJ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ഒരു ടൈം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ 2002 തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഏറ്റവും പഴക്കമേറിയ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഉള്ളത്. അന്ന് ഞാൻ സെക്രട്ടറിയായിട്ട് വരുന്ന സമയത്ത് ഒരു മുറിയിലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. അന്ന് ഒരു മുറിയിൽ ആണ് രാവിലെയും വൈകുന്നേരവും അതിൻ്റെ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമായിട്ട് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു മന്ദിരം നിർമ്മിക്കണമെന്നുള്ളത് അന്ന് വലിയ ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2003 ആണ് 2002 തന്നെ ഇതിൻ്റെ ഉള്ളൊരു പ്രാരംഭ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. 2003 ആണ് ഈ ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ തറക്കല്ലിടുന്നത്. അന്നത്തെ പ്രസിഡന്റ് അജിത് കുമാറും ഞാനും കൂടി ചേർന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരത്തിന് വേണ്ടി തറക്കല്ലിടുന്നത്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ആകർഷകമായ ബിൽഡിങ്ങാണത്. ഇന്ന് ആ പ്രസ് ക്ലബിനോട് ചേർന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ് ബിൽഡിങ്ങാണ്. അവിടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് അന്ന് ആ മന്ദിരം. ലോകപ്രശസ്ത ആർക്കിടെക്റ്റായ ശങ്കറാണ് അത് രൂപകൽപ്പന ചെയ്തത്. വിശാലമായ ലൈബ്രറി, ഇതൊന്നും അന്ന് നേരത്തെ തന്നെ ഈ കമ്പ്യൂട്ടർ റൂമുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. 2-3 കമ്പ്യൂട്ടർ വെച്ചിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് ഓരോരുത്തർക്കും ഓരോ കമ്പ്യൂട്ടറും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് ഈ ഒരു ബിൽഡിംഗ് വന്നതിന് ശേഷമാണ്.
അതേ മന്ദിരത്തിൽ തന്നെ എൻ്റെ ഒരു അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ് ക്ലബ് അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു ജിംനേഷ്യം അതും ഇന്നവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഒരു രൂപരേഖയാണ് അന്ന് 2002 തയ്യാറാക്കിയിട്ട് 2004 തന്നെ ഏതാണ്ട് 8 മാസം കൊണ്ടാണ് അത് ₹1 പോലും ബാധ്യതയില്ലാതെ പ്രസ് ക്ലബിൻ്റെ തനത് വരുമാനത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. 2004 നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി കെ ശങ്കരനാരായണൻ, പിന്നീട് മഹാരാഷ്ട്ര ഗവർണറൊക്കെ കെ ശങ്കരനാരായണനാണ് ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് പ്രസ് ക്ലബിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഞാൻ സെക്രട്ടറിയായിട്ട് വരുന്ന സമയത്ത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടും കറണ്ട് ചാർജ് അടയ്ക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. ഞങ്ങളുടെ കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റിയുടെ ആദ്യത്തെ 2002 ഓഗസ്റ്റ് 15 തിരുവനന്തപുരത്ത് നടത്തിയ ഒരു കലാസന്ധ്യ, ഓഗസ്റ്റ് 15 കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കേരളോത്സവം എന്ന് പറഞ്ഞ പേരിട്ട് നടത്തിയ ശ്രീ ലെനിൻ രാജേന്ദ്രനായിരുന്നു അത് സംവിധാനം ചെയ്തത്. അന്ന് മലയാളത്തിലെ പ്രമുഖ നടന്മാർ, ഇപ്പോൾ ഈ നെടുമുടി വേണു, യേശുദാസ്, നെടുമുടി വേണു, ജഗന്നാഥൻ, അങ്ങനെ ഈ കാവാലത്തിൻ്റെ അവനവൻ കടമ്പ എന്ന് പറയുന്ന നാടകം അന്ന് അതിൻ്റെ ഭാഗമായിട്ട് പുനരാവിഷ്കരിച്ചിരുന്നു അവിടെ. അതുവഴി കിട്ടിയ വരുമാനം ആണ് അന്ന് പ്രസ് ക്ലബിനെ സാമ്പത്തികമായിട്ട് പ്രസ് ക്ലബിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് പുറമേ ഈ വ്യക്തിപരമായിട്ട് ഒരുപാട് പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മികച്ച എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിങ്ങിനുള്ള 1999 കണ്ണൂരിലെ പാമ്പൻ സ്മാരക അവാർഡാണ് അന്ന് ആരാധ്യനായ ബഹുമാന്യനായ ശ്രീ സുകുമാർ അഴീക്കോടാണ് ആ പുരസ്കാരം നൽകിയത്. അതിനുശേഷം മികച്ച പ്രവർത്തനത്തിന് കൊച്ചിയിൽ വെച്ച് കൊച്ചിയിൽ ദേശാഭിമാനിയുടെ ജന്മനായരായിരുന്ന കണ്ണൻ നായർ അനുസ്മരണത്തോടനുബന്ധിച്ച് EMS അന്ന് EMSൽ നിന്ന് പുരസ്കാരം ഉപകാരം ഏറ്റുവാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു നിരവധി വയലാർ സ്മാരക അവാർഡ് ഉൾപ്പെടെ ഉള്ള ഒരുപാട് ഒട്ടേറെ പുരസ്കാരങ്ങൾ വാങ്ങുന്നതിന് അവസരം ലഭിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ സെനറ്റ് അംഗമായിട്ട് പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പത്രപ്രവർത്തകരുടെ മണ്ഡലത്തിൽ നിന്ന് സെനറ്റ് അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യ തിരുവനന്തപുരം സ്വദേശിനിയാണ്. എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്താണ് താമസിക്കുന്നത്. കെ സുജകുമാരി എന്നാണ് പേര്. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സ്കോൾ കേരളയിലെ ജില്ലാ എക്സിക്യൂട്ടീവാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മകൾ SS നന്ദന ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി പൂർത്തിയാക്കി ഈ അഹമ്മദാബാദിലെ ബാപ്പു നഗർ ESI മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. മകൻ കാർത്തിക് നായർ ഇപ്പോൾ BTech കഴിഞ്ഞിട്ട് മെക്കാനിക്ക് പാസ്സായി ഇപ്പോൾ MBAയുടെ CAT പരീക്ഷ, പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി അതിൻ്റെ എൻട്രൻസ് കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, തിരുവനന്തപുരത്ത് ഉള്ളൂർ, ഇവിടെ കൊച്ചുള്ളൂർ ശോഭ ഗാർഡൻസ്, നന്ദനം.